പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് പറഞ്ഞ് 6 മണി കഴിഞ്ഞാൽ സ്കൂൾ വിട്ട് 6 മണി കഴിഞ്ഞിട്ട് പെൺകുട്ടികൾ വീട്ടിൽ വന്നില്ല അമ്മമാർക്ക് ടെൻഷനാണ്. ഇപ്പോൾ ഒന്ന് നൈറ്റൊന്ന് വണ്ടി എടുത്ത് കറങ്ങി നോക്ക്. ഇന്ന് നമ്മുടെ ലാസ്റ്റ് ദിവസം എന്ന് പറഞ്ഞ് ജീവിക്കുക, എല്ലാ ദിവസവും മറ്റുള്ളവർക്ക് നന്മകൾ ചെയ്യുക. അപ്പോൾ അവരുടെയും കൂടി ഒരു പ്രാർത്ഥന കിട്ടി ഒരു ദിവസം കൂടി കൂടുതൽ കിട്ടും. നമ്മൾ കമ്മിറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആശ കൊടുക്കുന്നില്ല, ഒരാഗ്രഹം കൊടുത്തിട്ട് നമ്മൾ ഇല്ലാണ്ടാക്കിയാൽ അത് വളരെ മോശം. ഞാൻ ഈ PR വർക്ക് ചെയ്യണവർ ഇപ്പോൾ ഒരു കുഞ്ഞിന് വയ്യ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞൊരു പോസ്റ്റ് കാണുമ്പോഴത്തേക്ക് ഈ PR വർക്കുകാരൊക്കെ ഒന്ന് സഹായിക്കാനായിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിന് എന്തുമാത്രം. ഹലോ എവ്രിവൺ, ഇന്ന് നമ്മുടെ കൂടെയുള്ളത് സാജി ചേട്ടനാണ്. ഒരു ഇൻട്രോയുടെ ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ കൂടുതൽ ഒന്നും പറയുന്നില്ല. നമസ്കാരം ചേട്ടാ. നമസ്കാരം. ഈ ഡ്രസ്സിന്റെ കാര്യം എനിക്ക് ആദ്യം ചോദിക്കണേ. ഈയിടെ നമ്മൾ റീൽസ് ഒക്കെ കാണുമ്പോൾ കുറച്ചുകൂടി കോസ്റ്റ്യൂം കോൺഷ്യസ് ആയോ? കോൺഷ്യസ് ആയതുകൊണ്ടല്ല, എളുപ്പം ഇതാ, മുണ്ട് വേഗം എടുത്തു മുണ്ട് വേഗം കൊടുത്തിട്ട് പോവുക. ഇത് ജീൻസ് ഇടണമെങ്കിൽ ജീൻസിൻ്റെ മറ്റേ ഷർട്ട് വേണം, അതിന് ഷൂ വേണം, എല്ലാം. ഇതൊന്നുമില്ല. ഞാൻ എയർ ഹാൻഡ്ലൂം എന്ന് പറഞ്ഞ എൻ്റെ ഒരു ടെക്സ്റ്റൈൽസ് ഉണ്ട്, അവർ അവിടെ നിന്നാണ് ഞാൻ കളക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഫുൾ ടൈം ഇതാ. ഇങ്ങനാണോ? എളുപ്പമുണ്ട്, കാണാനും ഭംഗിയുണ്ട്. പിന്നെ ഒക്കെ ഓക്കെ, കാണാൻ ഭംഗിയുണ്ടെന്നല്ല, എളുപ്പം ഉണ്ടെങ്കിൽ ഓക്കെ. ഓക്കെ. ഈ നാടകത്തിലേക്ക് വന്നതിന് ശേഷമാണോ ഈ ഒരു ചേഞ്ചസ് കുറച്ചുകൂടെ? ഇല്ല, അതിനു മുന്നേ വന്നിട്ടുണ്ട്. പിന്നെ നാടകത്തിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാ? കുറച്ചുകൂടെ കൂടുതൽ നാടകത്തിലേക്ക്, അല്ലെങ്കിൽ അതിന്റെ കുറെ വിശേഷങ്ങളാണ് കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അല്ല, നാടകം എനിക്ക് പണ്ടേ ഇഷ്ടമാണ്, വൈഫിനും ഭയങ്കര ഇഷ്ടമാണ് നാടകം. ഞാൻ നാടകം ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്, സ്കൂളുകളിലൊക്കെ നാടകം പഠിപ്പിച്ചുകൊണ്ടിരുന്ന ആളാണ്. അത് കഴിഞ്ഞ് പിന്നെ മിമിക്രിയിലേക്ക് തിരക്കായ പിന്നെ നാടകം ചെയ്യാതിരുന്നതാണ്. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ നാടകം ചെയ്യണമെന്ന് തോന്നി അങ്ങനെ ചെയ്തതാണ്, വൈഫും ഞാനും കൂടി ചെയ്തതാണ്. ചക്കപ്പറമ്പിലെ വിശേഷങ്ങൾ മികച്ച നടനൊക്കെ ആയിട്ടുള്ള അത് തൃപ്പൂണിത്തുറ അത്തനഗറിൽ ഓൾ കേരള കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അന്നേരം 19 നാടകം ഉണ്ടായിരുന്നു. അതിൽ 2ാം സ്ഥാനം ഞങ്ങളുടെ നാടകമായിരുന്നു. മികച്ച സ്ക്രിപ്റ്റ് ഞങ്ങളുടെ ആയിരുന്നു. മികച്ച നടൻ ഞാനായിരുന്നു. അല്ലല്ല, സ്ക്രിപ്റ്റ് വിപിൻ വേലായുധൻ എന്ന് പറഞ്ഞ ഡയറക്ടർ തന്നെയാണ്. ഇപ്പൊ ചേച്ചിയും കൂടെ സ്റ്റേജ് ഷെയർ ചെയ്യുമ്പോൾ എങ്ങനെയുണ്ട്? ഇപ്പൊ സ്റ്റേജിൽ ഇപ്പൊ സ്കിറ്റ് കളിക്കണം വൈഫ് തന്നെ എൻ്റെ കൂടെ. നിങ്ങളെടുത്ത ഒരു കോംബോ ആണ്. അല്ല, നാടകം കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ സ്കിറ്റിനും എൻ്റെ കൂടെ കയറ്റി. നാടകം ചെയ്യണൊക്കെ ഈസി ആയിട്ട് ഇത് ചെയ്യാം. അപ്പം അങ്ങനെ ഇപ്പോൾ മുംബൈയിൽ പരിപാടി കഴിഞ്ഞ് വന്നു. ഇനിയിപ്പോൾ നാളെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഷാർജക്ക് പോവുക ഷോയ്ക്ക്. അടിപൊളി അടിപൊളി. ലൈഫ് തന്നെ. എനിക്ക് ചേച്ചി കുറച്ചുകൂടെ എൻഗേജ്ഡ് ആയില്ലേ? അതെ അതെ, ഞാൻ പോയ തനിച്ചല്ലേ, അപ്പം ഇതാകുമ്പോൾ ഞങ്ങൾക്ക് എല്ലായിടത്തും ഞങ്ങൾക്ക് ഒന്നിച്ച് പോവാം. അതെ, ഫാമിലി ട്രിപ്പ് ഈസി ആയിട്ട് പോകും. എല്ലാ കൺട്രീസിലും പോയി കറങ്ങി വരാം. ഉറപ്പായിട്ടും ഇനിയിപ്പോൾ എല്ലായിടത്തും കൊണ്ടുപോകണം. അല്ലെ, ചേച്ചിയായിട്ട് സ്കിറ്റ് ചെയ്യുമ്പോഴേ ഇപ്പൊ നമ്മള് വീട്ടില് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആ റിലേഷൻ വേറെ ആണല്ലോ. അപ്പൊ ഈ കോമഡി ഒക്കെ ഇവിടെ ഈസിലി വർക്ക്ഔട്ട് ആവോ? അല്ല, വീട്ടിൽ തന്നെ ഞങ്ങൾ ചെയ്താൽ സക്സസ് ആ. വീട്ടിലും അങ്ങനെ തന്നെ, ഈ സ്കിറ്റ് കളിക്കുന്ന പോലെ തന്നെ വീട്ടിലും. അല്ലാണ്ട് ഇപ്പം ഞങ്ങൾ രണ്ടുപേരും എല്ലാം കഴിഞ്ഞ് വേറെ ആരും അവിടെ ഇല്ലല്ലോ. പിന്നെ ഞങ്ങൾക്ക് ഒരു പട്ടിക്കുട്ടിയാണ് ഉള്ളത്. അപ്പം ഞങ്ങൾ 3 പേരേ ഉള്ളൂ. അപ്പം അതിനിടയ്ക്ക് ഇതൊക്കെ തന്നെ അവിടെ നടക്കണത്. അതുകൊണ്ട് കണ്ടന്റ്സ് ഒക്കെ കിട്ടുന്നത് അവിടെ തന്നെയാണോ? പിന്നെ കൂടുതലും കണ്ടന്റ്സ് അവിടെ നിന്ന് തന്നെ. പിന്നെ എൻ്റെ നാട്ടിൽ കുറേ ക്യാരക്ടറുകളുണ്ട്. അവിടെ നിന്നൊക്കെയാണ് നമ്മൾ കണ്ടന്റ് നിഷ്കളങ്കരായിട്ടുള്ള ക്യാരക്ടറുകൾ അവിടെ ഉള്ളത്. നിഷ്കളങ്കത ഉള്ളിടത്ത് തമാശ ഉണ്ടാവുള്ളൂ. അങ്ങനെ പിന്നെ അതൊക്കെ നമുക്ക് ഒപ്പിച്ചെടുക്കാലോ. അല്ല, ചേച്ചിയുടെ കൂടെ ചെയ്ത സമയത്ത് എപ്പോഴെങ്കിലും സ്റ്റേജിൽ കയ്യിൽ നിന്നൊക്കെ പോയിട്ടുണ്ട്? ഇല്ല, അങ്ങനെ പോയിട്ടില്ല. കാരണം ഞാനത് ആദ്യം ചെയ്തപ്പോൾ ഞാനോർത്ത് എനിക്കൊരു ഡൗട്ട് ഉണ്ടായി ചെയ്യും. അപ്പോൾ ഞാൻ റിഹേഴ്സൽ ചെയ്യാൻ കുഴപ്പമില്ല, ഞാൻ ചെയ്തോളാം ചേച്ചി പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ അവിടെ ചെന്ന് ബോംബെ എത്തിയിട്ട് ഞാൻ നമുക്കൊന്ന് റിഹേഴ്സൽ ചെയ്ത് നോക്കണ്ടേ, കുഴപ്പമില്ല നമുക്ക് ചെയ്യാന്നേ. പിന്നെ 10 വർഷമായിട്ട് എൻ്റെ കൂടെ പ്രോഗ്രാം ചെയ്യണ കുട്ടികളുണ്ട്. അവർ ചെയ്യണക്കാരും അതുപോലെ തന്നെ ചെയ്ത വൈഫ് ഒറ്റ ഫസ്റ്റ് തിരിച്ചറിഞ്ഞില്ല. മാണിക്കും നമ്മൾ കണ്ടില്ല നെടുവ് കാണിച്ചിട്ട് പറഞ്ഞാൽ അറിഞ്ഞില്ല, ആരും പറഞ്ഞില്ല. അല്ല, ചേച്ചി പ്രതീക്ഷിച്ചോ ചേച്ചി ഇങ്ങനെ ഡ്രാമ ചെയ്യുന്ന? എനിക്കറിയാം, ഡ്രാമ ചെയ്യണ പോലെ സ്കിറ്റ് കളിക്കണം, നമ്മൾ മൈക്ക് ബാലൻസ് ചെയ്ത് കളിക്കണ്ടേ. പക്ഷെ ആളെ ഈസി ആയിട്ട് ചെയ്തു. നമ്മള് കൂടെ ഉണ്ടായിട്ട് പിന്നെ ചെയ്യുമെന്ന് വിചാരിച്ചില്ല. ഇനിയിപ്പോ 2 പേയ്മെന്റ് എനിക്കല്ലേ. അതെ, കലാകാരൻ ഞങ്ങൾ തമ്മിലൊരു കോമ്പറ്റീഷൻ ആണ്. അതല്ലേ, സിനിമയിലെ അവസരങ്ങൾ എന്തെല്ലാം വന്നോ ചേച്ചിക്ക്? ഇല്ല, സിനിമയിലല്ല, ഡ്രാമ പുള്ളിക്കാരത്തിന് ഇഷ്ടമാണത്, ഭയങ്കര കൂടുതൽ ഇഷ്ടമുള്ള കാര്യം. അതുകൊണ്ടാണ് അത്. പിന്നെ നമ്മുടെ സിനിമ വിശേഷം പറയുകയാണെങ്കിൽ പേജ് ആണല്ലേ ഇത് പുതിയതായിട്ട് ഇപ്പൊ ഇറങ്ങാൻ പോണ പേജ്. അത് നല്ലൊരു ഫീൽ ഗുഡ് മൂവിയാണ്, നല്ല കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു അവയർനെസ് ആണ്. പേജ് എന്ന് പറഞ്ഞാൽ ഞാൻ മാഷായിട്ടാ. പേജ് എന്ന് നമ്മൾ ഉദ്ദേശിച്ചത് നമ്മുടെ ലൈഫ് തന്നെ ഓരോ പേജാണ്. നമ്മൾ ഓരോ പേജും മറിച്ച് പോകണമാണ് നമ്മുടെ ലൈഫ്. അതുകൊണ്ടാണ് അതിന്റെ ടൈറ്റിൽ പേജ് എന്ന് വന്നേക്കുന്നത്. അത് കുട്ടിക്കാലം തൊട്ടുള്ള നമ്മളുടെ ഓരോ പേജുകളാണ്. അപ്പൊ എന്തും തുടങ്ങണം അവിടെ നിന്നാ. നമ്മൾ പറയും നമുക്ക് ടെൻഷൻ ഉണ്ട്, അതുണ്ട്, ഇതുണ്ട്, ഓട്ടവും ചാട്ടവും എല്ലാം ഉണ്ട്. ഇതെല്ലാവർക്കും ഉണ്ട്, കുട്ടികളുടെ ലൈഫിലുണ്ട് ഇതെല്ലാം.
നമുക്ക് കുഞ്ഞായിരുന്നപ്പോ നമുക്ക് വലുതാവണം എന്നായിരുന്നല്ലോ. അതെ അതെ, വലുതായി കഴിഞ്ഞപ്പോൾ വീണ്ടും കുഞ്ഞാവാനായിട്ട് ആഗ്രഹം. പണിക്ക് പോകേണ്ടി വരില്ലേ ഇപ്പൊ? പഠിക്കണം, അമ്മയ്ക്കാവുമ്പോ എന്ത് സുഖ, പാത്രമൊക്കെ കഴിക്കാൻ മതി, ഇതൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ശരിയാ. പക്ഷേ ഏറ്റവും കൂടുതൽ അറിവ് നമ്മളെ അച്ഛനും പോയി പഠിക്കും നമ്മളോട് ഇങ്ങനെ. പക്ഷെ നമ്മളെയൊക്കെ നമ്മളുടെ വിചാരം അവർക്ക് അറിവ് കുറവാണ്, അവർ പഠിക്കണം. പക്ഷെ നമ്മളെക്കാളും ഇരട്ടി അറിവുണ്ട് അവർക്ക്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അവർ നമ്മളെക്കാളും ഒരു 5 വർഷം മുന്നേ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് അറിവ് അവർക്ക് കൂടുതൽ. നമ്മൾ പിടിച്ചിരിക്കണം അവരുടെ അടുത്ത്. എനിക്ക് കുട്ടികളില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. എനിക്ക് ആ ബുദ്ധിമുട്ടില്ല. എനിക്ക് തോന്നുന്നു ഈ ഒരു സംഭവം കുറച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ ചേട്ടൻ ഭയങ്കര ഈസിലിയാണ് ഇതിനെ എടുക്കുന്നത്. അതെങ്ങനെ സാധിക്കും? അല്ല, അത് ഇപ്പം നമ്മൾ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുമല്ലോ. നമ്മൾ അവിടെ കാണുന്ന കുറേ ആൾക്കാരുണ്ട്, കുറേ കഥാപാത്രങ്ങളുണ്ട് ഹോസ്പിറ്റലിൽ. കുറേ ഏജ് ആയവരുണ്ട്, കുറേ നാളായിട്ട് ഇനി ഒരു പ്രതീക്ഷയില്ലാണ്ട് നടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം ഇവരെ കാണുമ്പോൾ നമ്മുടെ പ്രശ്നം ഒന്നുമല്ല. പിന്നെ അവരെ വെച്ച് നോക്കുമ്പോൾ അവർക്ക് പ്രായം കൂടുതലാണ്. എനിക്ക് 50 വയസ്സായി. അല്ല, ഞാൻ പറഞ്ഞത് വേറെ അപ്പോൾ അവർക്ക് അതിലും പ്രായമുള്ള ആൾക്കാർ. എനിക്ക് 48 വയസ്സ്. അവർ 50, 55, 60 അടുത്തവർ വരെ ഒരു പ്രതീക്ഷയായിട്ട് വരുന്നുണ്ട്. അവരെയൊക്കെ പ്രതീക്ഷ ഇതിന് വേണ്ടിയാണ്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് നമ്മൾ സങ്കടപ്പെട്ട് നിന്നിട്ട് കാര്യമില്ല. നമ്മളുള്ള ഇനിയിപ്പോൾ എത്ര വർഷം ഉണ്ട് അങ്ങനെ ഹാപ്പി ആയിട്ട് ജീവിക്കുക, അത്രേ ഉള്ളൂ. നമ്മൾ അതായത് കുറേ വിഷമങ്ങളിൽ കൂടെ കടന്നു പോയിട്ട് ഇത് റിയലൈസ് ചെയ്യുന്ന ഒരു പോയിന്റ് ഇല്ലേ, അതെങ്ങനെ ഓർത്തെടുക്കും? അത് എൻ്റെ കാര്യത്തിൽ എനിക്ക് പ്രശ്നമില്ല. ഞാൻ എല്ലാം ഇങ്ങനത്തെ ഒരു സെൻസിൽ എടുക്കുന്ന ആളാണ്. എന്ന് വെച്ചാൽ നമുക്ക് മനസ്സില്ല, അങ്ങനെ ആഗ്രഹമില്ല, ഉള്ളിൽ വിഷമമില്ലെന്നൊന്നുമല്ല. അത് നമ്മൾ പുറത്ത് ആരെയും കാണിക്കുകയില്ല. അത് നമ്മളുടേതായിട്ടുള്ള ഒരു ഭാഗമാണിത്. അത് പൊതുവേ പുരുഷന്മാർ, അച്ഛന്മാരെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയാണ്. അവർ കരയണത് ചിരിച്ചുകൊണ്ട് കയറുന്ന ആൾക്കാരാണ് എപ്പോഴും. പക്ഷേ ഭാര്യമാരങ്ങനെയല്ല, അമ്മമാരങ്ങനെയല്ല. ഇവർ അന്ധക്കരണം കരച്ചിലും കരഞ്ഞു. അപ്പോൾ സങ്കടം മുഴുവൻ ഇപ്പുറത്തെ സൈഡാണെന്നും പറഞ്ഞിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞു, നമ്മളൊരു 21 വയസ്സുള്ളൊരു മോൻ മരിക്കുന്നത്. ആക്സിഡൻറ്റിൽ മരിച്ച ആ മോൻ ആദ്യം പറഞ്ഞ അച്ഛനോടെ പറയുള്ളൂ. അച്ഛനോട് പറഞ്ഞ അമ്മയോട് പറഞ്ഞിട്ട് അമ്മ അറിഞ്ഞ വിഷയമാവും, പയ്യെ അറിയിക്കുക. അച്ഛനോട് പറയുമ്പോൾ ഈ മനുഷ്യനത് അപ്പം അറിഞ്ഞിട്ട് ആ പുള്ളിയുടെ ചങ്ക് കൂട്ടറുണ്ടാവും. എന്നാലും ആ ഹോസ്പിറ്റലിൽ വന്ന് ബോഡി തിരിച്ചറിഞ്ഞ് അതിന് ശേഷം മോർച്ചറിയിൽ കയറ്റണം, ഇറക്കണം ഒക്കെ അതിൻ്റെ വാതിക്കലൊക്കെ നിൽപ്പുണ്ടാവും. പുള്ളി ഇങ്ങനെ വന്ന ആൾക്കാരെയൊക്കെ നോക്കി നിൽക്കും. ഇത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് ബോഡി അടക്കം ചെയ്യുന്ന സമയത്താണെങ്കിലും ഓരോ ആൾക്കാർ വരുമ്പോൾ അവരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവർ പോയി സംസാരിക്കണമൊക്കെ. അപ്പോഴും അമ്മ അകത്ത് ഇടിയെന്നുള്ളതായിട്ട് കിടക്കുക അവിടെ. ഈ ഒരു മനുഷ്യൻ്റെ ഒരവസ്ഥയുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് പുള്ളി ഒറ്റയ്ക്ക് കഴിക്കുന്ന സമയമുണ്ട്. അതാണ് നമ്മളെ അച്ഛന്മാർ കരഞ്ഞ് നമ്മളാരും കണ്ടിട്ടില്ല. പക്ഷെ അവർ ദിനം കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അത് നമ്മളറിയിക്കാതെയും നമ്മളെ വിഷമിപ്പിക്കാത്തുള്ള രീതിയിൽ കൊണ്ടു നടക്കുന്ന ആൾക്കാരാണ് അച്ഛന്മാർ. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ മനസ്സും അങ്ങനെ തന്നെ. നമുക്കൊരു വിഷമമുണ്ട്, ആരും അറിയിക്കരുത്, എല്ലാവരും ഹാപ്പി ആക്കുക എപ്പോഴും. ഓക്കെ, അതല്ല ഇപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെ സൊസൈറ്റിയുടെ ഒരു രീതി അങ്ങനെയാന്ന് തോന്നുന്നു. നമ്മളിപ്പോ അതായത് ആമ്പിള്ളേർ കരയരുത് അങ്ങനെയൊക്കെ പറഞ്ഞ് കേട്ടിട്ട് അതൊന്നുമില്ല. ഇപ്പോൾ സൊസൈറ്റിയിലുള്ള രീതികളൊക്കെ മാറി. പക്ഷേ ആണുങ്ങളുടെ സൈഡിൽ നിന്ന് മാത്രം മാറാത്ത പെൺകുട്ടികളുടെ സൈഡിൽ നിന്ന് എല്ലാം ഓക്കെ. അവർക്ക് നമുക്ക് ഒരുമ വേണം, എല്ലാവരും ഒന്നിച്ചായിരിക്കും. ഒരു ആണും പോലെ തന്നെ പെണ്ണ് എല്ലാം വേണമെന്നുകൊണ്ട് ഇപ്പം എല്ലാവരും അതുണ്ടാകുന്നുണ്ട്. പക്ഷെ ആണുങ്ങൾ ഇപ്പോഴും ഒന്നും മാറിയിട്ടില്ല. ആണുങ്ങളാ, സ്ത്രീകൾ നല്ല അപ്ഡേറ്റഡാ. അതെ, നമ്മൾ പൊരുതി നേടിയത് അത് ഓക്കെയാ. ആരോട് പൊരുതി? നിങ്ങൾ വീട്ടിൽ അമ്മേനോട് പൊരുതും, അത് സ്ത്രീയാ. അല്ലാണ്ട് അച്ഛനോട് പൊരുത്തിയിട്ടാണ് നേടുന്നത്. വീട്ടിൽ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ പൊരുത്തണം അമ്മായിയമ്മേനോടാ, അതും പെണ്ണാ. അപ്പൊ സ്ത്രീകളോട് പൊരുത്തി തന്നെ സ്ത്രീകൾ സ്വാതന്ത്ര്യം പറ്റിച്ചേക്കണത്, പുരുഷന്മാരോടല്ല. എന്തിനാ പൊരുത്തേണ്ട കാര്യമായിരിക്കണം? ഇപ്പോൾ പുരുഷനാണെങ്കിൽ ഇപ്പോൾ ഭാര്യയും ഭർത്താവും കൂടി പുറത്തോട്ട് വന്നപ്പോഴത്തേക്ക് അമ്മായിച്ചൻ പറയൂല അവിടെ കടാ പിന്നെ പോടാന്ന്, അമ്മായിയമ്മ ചിലപ്പോൾ പറയും. അപ്പം നിങ്ങൾ ഫൈറ്റ് ചെയ്യണം അമ്മായിയമ്മയോടാ. വീട്ടിലാണെങ്കിൽ അമ്മയുടെ ഫൈറ്റ് ചെയ്യണം. അച്ഛനോട് ചീത്ത പറഞ്ഞ ആരെങ്കിലും കുട്ടികളുണ്ടോ? അമ്മയുടെ ഫൈറ്റ് ഉള്ളൂ എല്ലാ കാര്യവും. അപ്പം നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്ന സ്ത്രീകളോട് തന്നെ. പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് പറഞ്ഞത് 6 മണി കഴിഞ്ഞാൽ സ്കൂൾ വിട്ട് 6 മണി കഴിഞ്ഞിട്ട് പെൺകുട്ടികൾ വീട്ടിൽ വന്നില്ല അമ്മമാർക്ക് ടെൻഷനാണ്. ഇപ്പോൾ ഒന്ന് നൈറ്റൊന്ന് വണ്ടി എടുത്ത് കറങ്ങി നോക്ക്, എത്ര മണി വരെ കുട്ടികളുള്ളതെന്നറിയാമോ? ഇതിൽ കൂടുതൽ ഇനി എന്താ സ്വാതന്ത്ര്യം? ശരിയാ. ഇനി മനുഷ്യനെ പിടിച്ച് തിന്നാനുള്ള സ്വാതന്ത്ര്യം പത്രം കൊടുത്താൽ മതി, ബാക്കിയൊക്കെ ആയിട്ടുണ്ട്. എല്ലാ രീതിയിലും സ്വാതന്ത്ര്യം എല്ലാം കൊടുക്കുന്നുണ്ട്. പക്ഷെ ഒന്നും നമുക്ക് അധികമാകാൻ പാടില്ല. ആൺകുട്ടികൾക്കാണെങ്കിലും അധികം പാടില്ല, പെൺകുട്ടികൾക്കാണെങ്കിലും അധികം പാടില്ല. എനിക്കോട് ചേട്ടൻ എല്ലാം ഭയങ്കര ഈസി ഗോയിങ് ആയിട്ട് എടുക്കുന്ന ഒരാളാണ്. അതിന്റെ ഭാഗമായിട്ടായിരിക്കും ഇപ്പൊ വീടിന്റെ കാര്യം. ചേട്ടൻ വീട് വിറ്റിട്ട് വേറൊരു വീട് വെച്ചു. അത് അറിയിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, പക്ഷെ അത് എല്ലാം വൈറലായി. അതൊരു ടെമ്പററി പറഞ്ഞതാ. സിനിമാടന്മാരൊക്കെ അന്ന് ഭയങ്കര പ്രശ്നങ്ങൾ നടക്കുന്ന സമയം, ഹേമ കമ്മീഷൻ്റെ പ്രശ്നങ്ങൾ നടക്കണം. ആ സമയത്ത് പറഞ്ഞ സ്ത്രീകളുടെ പുറകെയാണല്ലോ സിനിമാടന്മാർ, നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യണം? അപ്പം ഞാൻ പറഞ്ഞാൽ മറ്റുള്ളവർ ഇതെന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ അങ്ങനെ ഒരു ആക്സിഡൻറ്റിൽ പറഞ്ഞത്.
അത് ഇപ്പോൾ നമുക്ക് ഇതിലും വലിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്, ഇനി ചെയ്യാൻ പോകുന്നുണ്ട്, പ്ലാനിങ് ഉണ്ട്. അതൊന്നും നമ്മൾ ആരും ഷെയർ ചെയ്യണല്ലോ, പബ്ലിക്കലി അറിയിക്കുന്നില്ല. ആ എന്തിനാ? അല്ല, ഞാൻ ചോദിക്കുന്നത് ഇതാണ്, സാധാരണ ഇപ്പൊ എല്ലാ മനുഷ്യരുടെ ഏറ്റവും വലിയ സ്വപ്നം ഏതാണെന്ന് ചോദിച്ചാൽ ഒരു 90% ആളുകൾ പറയും ഒരു സ്വന്തമായ ഒരു വീട് എന്ന് പറയുന്ന ആളുകളായിരിക്കും കൂടുതലും. ആ സ്വന്തം വീട് അതിപ്പോ എന്നോട് ചോദിച്ചാൽ ഞാൻ അത് തന്നെ പറയുള്ളൂ. അപ്പൊ അത് വിൽക്കുക എന്നുള്ള ഒരു സാധനം ആലോചിക്കണമെങ്കിൽ ഇപ്പൊ നോർമലി ഇപ്പൊ എന്നോടൊക്കെ ചോദിച്ചു, ഇതിൽ കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഞാൻ ഒരു വാക്ക് നിങ്ങളോട് ഏറ്റാ അത് ചെയ്യണം, എങ്ങനെ ചെയ്തിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ പറയാൻ പോകരുത്. നമ്മൾ കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആശ കൊടുക്കണല്ലോ, ഒരാഗ്രഹം കൊടുത്തിട്ട് നമ്മളത് ഇല്ലാണ്ടാക്കിയാൽ അത് വളരെ മോശം. അതിനുവേണ്ടി നമ്മളെന്ന് പിന്നെ ഭഗവാനാണ് ഇതെല്ലാം തീരുമാനിക്കുന്നത്, എല്ലാം ചെയ്യിക്കുന്നത്. ഒരു മറുവശം കണ്ടിട്ടുണ്ടാവും. അത്രേ ഉള്ളൂ. നമ്മളെ ലൈഫിൽ എപ്പോഴും 30 സെക്കൻഡ് നമുക്കുള്ളൂ. ആ രീതിയിൽ നിൽക്കുക. 30 സെക്കൻഡിനുള്ളിൽ നമുക്ക് എന്ത് സംഭവിക്കുക? എന്നെ ഫോൺ ചെയ്ത് വർത്താനം പറഞ്ഞിട്ട് ഞാൻ ഫോൺ കട്ട് ചെയ്തിട്ട് ഒരു റൗണ്ട് കറങ്ങി വന്നപ്പോഴത്തേനും ആളും മരിച്ചു എന്ന് പറഞ്ഞ വാർത്ത എനിക്ക് വന്നിട്ടുണ്ട്. അപ്പം അത്രേ ഉള്ളൂ. ഫോൺ ചെയ്തിട്ട് നാളെ വൈകിട്ട് നമുക്ക് പുറപ്പെടാട്ടോ എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്ത ആൾ കൊഴിഞ്ഞു വീണ്. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാവും നമുക്ക്. അതാ പറഞ്ഞത്, നമുക്ക് ഒരു 30 സെക്കൻഡ് മാക്സിമം കിട്ടണത്. അപ്പം എന്താ, ഇന്ന് നമ്മുടെ ലാസ്റ്റ് ദിവസം എന്ന് പറഞ്ഞ് ജീവിക്കുക. എല്ലാ ദിവസവും മറ്റുള്ളവർക്ക് നന്മകൾ ചെയ്യുക. അപ്പോൾ അവരുടെയും കൂടി ഒരു പ്രാർത്ഥന കിട്ടി ഒരു ദിവസം കൂടി കൂടുതൽ കിട്ടും. അടുത്ത ദിവസത്തേക്കാവും, അടുത്ത ദിവസം അതുപോലെ നിൽക്കുക. അങ്ങനെ നമുക്ക് ആയുസ് കൂട്ടി കൊണ്ടുപോകാം. അതെ അതെ. ഓക്കെ. ഈ അമ്മായിമ്മമാരുടെ കാര്യം വരുമ്പോൾ ചേട്ടനും അമ്മായിമ്മയും ഭയങ്കര അടിപൊളി റാപ്പോലാണല്ലേ, അത് നിങ്ങൾ എങ്ങനെയാ സെറ്റായത്? സെറ്റായതല്ല, ആദ്യമേ തന്നെ ഇഷ്ടമല്ലായിരുന്നു. കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ 5 ദിവസം അവിടെ നിൽക്കണമല്ലോ. ആ സമയത്ത് ഞാൻ കുളിക്കാനായിട്ട് അങ്ങോട്ട് പോകുമ്പോൾ അമ്മ അവിടെ നിന്ന് എന്നെ കാണുമ്പോൾ കാണിച്ചിട്ട് അങ്ങ് പോകും. എന്നിട്ട് ഭക്ഷണം തരുമ്പോഴത്തേക്ക് അങ്ങനെ മിണ്ടൂല. നമ്മളൊരു വീട്ടിൽ ആദ്യമായിട്ട് പോയി പിന്നെ അവസാനം ഞാൻ വൈഫിൻ്റെ വല്യമ്മച്ചിയോട് പറഞ്ഞു, ഇങ്ങനെയാണ് ഇനി ഞാൻ മേലെ വരില്ല കേട്ടോ എന്നാണ്. പക്ഷെ ആ അമ്മ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നോട് ഈ മക്കളെക്കാളും എല്ലാത്തിനേക്കാളും ഇഷ്ടം തന്നെയായിരുന്നു. അമ്മ ലാസ്റ്റ് മരിക്കാൻ പോണ സമയത്ത് ഞാൻ ഡോക്ടർ ഞാൻ UK പോവുക, എനിക്ക് എന്തായാലും ഞാൻ മന്നവരെ ഉണ്ടാവണമെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ നമുക്ക് ഇപ്പോഴേ വെന്റിലേറ്ററിൽ കയറ്റാം. അപ്പോൾ ഒരു 7 ദിവസം കൊണ്ട് അമ്മ വർത്താനം പറയേണ്ട സമയത്ത് ഒരു കുഴപ്പമില്ല, ആൾ ഹെൽത്തിയാണ്. പക്ഷേ ഉള്ളിൽ സംഭവങ്ങൾ പ്രശ്നമായിട്ടിരിക്കുക. അങ്ങനെ ഞാൻ UK അവിടെ നിന്ന് അപ്പം ഓരോരുത്തർ വരുമ്പോൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക, ഞാൻ വന്നില്ല ചോദിച്ചുകൊണ്ടിരിക്കുക. UK പോകുന്ന ദിവസം എനിക്ക് ഫ്ലൈറ്റ് മിസ്സായിപ്പോയി. പിന്നെ ഞാൻ അവിടെ കിടന്ന് വിഷയമായ കരച്ചിലും വെള്ളമായി കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ രാവിലത്തേക്ക് ടിക്കറ്റ് എടുത്ത്. പിന്നെ രാവിലെ അവിടെ നിന്ന് കയറി എയർപോർട്ടിൽ വന്ന് ഇറങ്ങി പയ്യൻ എന്നെ അവിടെ നിന്ന് പിക്ക് ചെയ്ത് നേരെ ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ ചെന്ന് ആ റൂമിൽ ചെന്ന് അമ്മേനെ കണ്ട് പിന്നെ കുറച്ച് നേരം അമ്മയായിട്ട് വർത്താനം പറഞ്ഞിരുന്നു. ഞാൻ പറയാം കുളിച്ചിട്ട് പോരാന്നിട്ട് ഞാൻ കുളിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്ക് മരിച്ചു. അപ്പം അത്രയും ഭയങ്കര കാര്യമായിരുന്നു നമുക്ക്. അല്ല, ഈ അമ്മായിയമ്മയും മരുമകനും ഇങ്ങനെ ഭയങ്കര കമ്പനി ആവുന്നത്? അമ്മയും മോനുമായിരുന്നു. അമ്മായിമ്മയും മരുമോനാകുമ്പോഴത്തേക്കല്ലേ ഞാൻ അത്ര ഇതായിരുന്നു. എന്ത് പറയാം അമ്മേനോട്. പിന്നെ അതുമല്ല, നമുക്കൊരു ബുദ്ധിമുട്ടുള്ള, എന്നെ വളർത്തിയത് എൻ്റെ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ട് വളർത്തിയത്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ബാക്കി ഈ അമ്മയായി. അത് റീപ്ലേസ് ചെയ്തങ്ങ് പോയി. ഓക്കെ. ഇപ്പൊ ഈ ബിഗ് ബോസിലെ കാര്യങ്ങളിൽ നമ്മൾ പോവാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അനുമോളായിട്ട് ചേട്ടൻ ഭയങ്കര നിങ്ങൾ ഒരുമിച്ചൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ കാണാറുണ്ടോ ബിഗ് ബോസ്? കാണാറുണ്ടോ? ഞാൻ കാണാറില്ല. അങ്ങനെ വൈഫ് ഇത് കാണുമ്പോഴത്തേക്ക് ഞാൻ കേൾക്ക് കൊടുക്കണം. ചേച്ചിയുടെ അഭിപ്രായങ്ങൾ അറിയാൻ പറ്റും. ഇപ്പൊ അതിനകത്ത് PR കൊടുക്കുന്നു, ഭയങ്കര പ്രശ്നങ്ങൾ. ചേട്ടൻ PR ഒക്കെ കൊടുത്ത? ഞാൻ ഈ പ്രോഗ്രാം കണ്ടിട്ടില്ല. ബിഗ് ബോസ് പോകുമ്പോൾ PR കൊടുക്കണേ എനിക്ക് അറിയില്ല. ഞാൻ ഈ സീസൺ 1 നടക്കുമ്പോഴത്തേക്ക് ഞാൻ അവിടെ ഗ്രാൻഡ് ഫിനാലിലേക്ക് സ്കിറ്റ് കളിക്കാൻ പോയി. അപ്പോൾ ഈ സെറ്റപ്പ് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ പ്രോഗ്രാമേ കണ്ടിട്ടില്ല. ഒരു എപ്പിസോഡ് കണ്ടിട്ടില്ല. സീസൺ 1 ഒരു എപ്പിസോഡിൽ ഞാൻ കണ്ടിട്ടില്ല. 2 അപ്പം ഞാൻ അവരോട് പറഞ്ഞ് അടുത്ത പ്രാവശ്യം എന്നെ വിളിച്ചോട്ടെ, ഞാൻ വരാമെന്ന് പറഞ്ഞു. ഇതാണ് അതും ഇതുമായിട്ട് എനിക്കൊരു ബന്ധം. ബാക്കി എൻ്റെ കൂടെ വന്ന് കയറിയവരൊക്കെ തെലുങ്ക് ഹിന്ദിയൊക്കെ പഠിച്ച് അരച്ച് കലക്കി കുടിച്ച് വന്ന ആൾക്കാരാ. എന്റെ വിചാരം അവിടെ താമസിക്കാൻ നല്ലതായിട്ട് നിൽക്കുക എന്നൊക്കെ ഉള്ളൊരു ധാരണയായിരുന്നു. നല്ല മനുഷ്യരാവണമെന്ന്. ഒരു എപ്പിസോഡ് പോലും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. PR വർക്ക് എന്താന്നൊക്കെ പുറത്തിറങ്ങിയപ്പോഴാണ് അറിയുന്നത്. ഇത് എനിക്ക് ഇപ്പോഴത്തെ അനീഷ് പറഞ്ഞ പോലെ PR എന്താന്ന് എനിക്ക് അറിയില്ല. അവർക്ക് ആർക്കും അറിയില്ല കേട്ടോ, ഒന്നും അറിയില്ല. അല്ല, ഇപ്പൊ ലക്ഷങ്ങളാ എനിക്ക് തോന്നുന്നു. സീസൺ 2 ഇത്രയും പറഞ്ഞിട്ടുണ്ടാവില്ല. ഇപ്പൊ 16 ലക്ഷം കൊടുത്തു, 18 ലക്ഷം കൊടുത്തു എന്നൊക്കെയാണ് പറഞ്ഞത്. ഞാൻ ഈ PR വർക്ക് ചെയ്യണവർ ഇപ്പോൾ ഒരു കുഞ്ഞിന് വയ്യ, സഹായിക്കണം എന്നൊക്കെ പറഞ്ഞൊരു പോസ്റ്റ് കാണുമ്പോഴത്തേക്ക് ഈ PR വർക്കുകാരൊക്കെ ഒന്ന് സഹായിക്കാനായിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിന് എന്തുമാത്രം സഹായമാവും. ഒരുപാട് പേഷ്യൻസിൻ്റെ കാര്യം ഇങ്ങനെ വരുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ. അപ്പം അതൊക്കെ ഒന്ന് ഇവർ ഒരു ദാനം പോലെ ഇതിന് വേണ്ടിയിട്ട് കൂടെ ഒന്ന് വർക്ക് ചെയ്താൽ നല്ലതായിരിക്കും. അവരുടെ ജോബാണത്. നമ്മളതിന് മോശമായിട്ട് പറഞ്ഞല്ല, അപ്പം ഇതും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ നല്ലതായിരിക്കും. അല്ല, അവർ വർക്കിൽ മാത്രം സാമ്പത്തികമായിട്ട് അവർ മുടക്കണില്ലല്ലോ. വർക്ക് ചെയ്യുമ്പോൾ അവരാകുമ്പോൾ പെട്ടെന്ന് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും അവർക്ക്. ഇപ്പൊ ചേട്ടൻ സീസൺ 2 പോയതിന് പകരം കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാണ് പോയിരുന്നെങ്കിൽ കുറച്ചുകൂടെ എന്തെങ്കിലുമൊക്കെ ചെയ്യായിരുന്നു. ഞാൻ പൊരിച്ചേനെങ്കിൽ
അല്ലെങ്കിൽ തന്നെ അവിടെ നടന്നെല്ലാം ഞാൻ ഫ്രെയിമിൽ വന്നില്ലെന്നേ ഉള്ളൂ. അടി മുഴുവൻ എൻ്റെ അടുത്ത് നിന്നാണ് പോയേക്കണത്. അതാർക്കും അറിയില്ല. അത് ശരി. അതെൻ്റെ കൂടെ അവിടെ ഉണ്ടായിരുന്നവർ പുറത്തിറങ്ങിയപ്പോൾ അവർ മനസ്സിലായിട്ടുണ്ടായി. എല്ലാം തുടങ്ങി വെച്ചത് ഞാനായിരുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ റൂട്ട് നോക്കിയേ പോകുന്നു. ഞാൻ ഒരു ദിവസം എഴുന്നേൽക്കുമ്പോൾ ഞാൻ ഇന്ന് എന്ത് ചെയ്യണമെന്ന് പ്ലാൻ ചെയ്യും. അത് മാത്രമേ ഞാൻ ചെയ്യൂ. വ്യക്തമായ പ്ലാനിങ്ങോടുകൂടി അത് മാത്രമേ ഞാൻ പ്ലാൻ ചെയ്യുള്ളൂ. ഓരോ ദിവസം എഴുന്നേൽക്കുമ്പോൾ പാട്ട് കേട്ട് ഡാൻസ് കളിച്ചിട്ട് എന്ത് ചെയ്യണം എന്നാണ്. അത് പിന്നെ നമ്മൾ ടോയ്ലറ്റിൽ പോകുമ്പോൾ ഓരോ ടൈൽ ചെയ്യാൻ എണ്ണും ഓരോ ദിവസം. ഞാൻ പേയ്മെൻറ്റ് പറഞ്ഞിട്ടാണ് പോയേക്കണത്. എനിക്ക് ഓരോ ടൈലിനാണ് പൈസ. ബാത്റൂമിൽ കുഞ്ഞ് ടൈലാണ്, ഞാനിത് എണ്ണും ഓരോ ദിവസം. അതിങ്ങനെ മാർക്ക് ചെയ്ത് വെക്കും. അങ്ങനെയാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. ഇതിപ്പോൾ സമ്മാനം കിട്ടണമെന്ന് ഒന്നുമില്ല. ഞാൻ പേയ്മെൻറ്റ് പറഞ്ഞിട്ടല്ലേ പോയിക്കണം. എൻ്റെ ജോലിയാണ് അത്. ഞാൻ അതിനെ കുറിച്ച് മാത്രമേ ചിന്തിച്ചു, എത്ര ദിവസം നിൽക്കാൻ പറ്റൂ, അത്രേ ഉള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ. അല്ല ഇപ്പൊ ചേട്ടൻ പോയതിന് പകരം ചേച്ചിയായിരുന്നു പോയിരുന്നെങ്കിലോ ബിഗ് ബോസിൽ? ചേച്ചിയാണ് പോയെങ്കിൽ ഇപ്പൊ ഞാൻ കല്ലറ പണിയേണ്ടി വന്നേനെ. അതിന് ഇതൊന്നും പിടിച്ചിരിക്കാൻ പറ്റില്ല. ഇല്ലല്ലേ? ഞാൻ തന്നെ ഒന്ന് താഴ്ത്തിട്ട് ആഞ്ഞി ഒട്ടി കഴിഞ്ഞാൽ അപ്പൊ കരയും. പിന്നെ അതിനകത്ത് പോയി കഴിഞ്ഞാൽ ഒരാഴ്ച ആകുമ്പോഴത്തേക്ക് തിരിച്ചു വരും. അയ്യോ നിൽക്കൂല. അതിനകത്ത് പോയി കഴിഞ്ഞാൽ ഞാൻ തന്നെ കൊണ്ടുവരണം വണ്ടി വിളിച്ചോടെ പോയിട്ട്. അതുകൊണ്ട് ആ പരിപാടിക്ക് ഞാൻ അതിലൊന്നും പറ്റൂല ആള്. ഓക്കെ ഓക്കെ. എനിക്കോട് ചേട്ടൻ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പോയാൽ മതിയായിരുന്നു. ഇത് അറിയില്ലല്ലോ നമ്മൾ. ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു ഇന്നതാണല്ലോ ഒന്ന്. പിന്നെ വൈഫിനെ അങ്ങനെ ഒറ്റക്കാലത്ത് അധികം ഞാൻ പോയിട്ടില്ലെന്നും വിളിക്കാനും പറയണ്ടൊക്കെ. അപ്പൊ പുറത്തോട്ട് പോകുമ്പോഴാണ് നമുക്ക് വീഡിയോ കോൾ ചെയ്യാനും ചെയ്യാം. പക്ഷെ ഇത് ആ ഒരു 10 ദിവസത്തേക്ക് അങ്ങനെ പ്രശ്നം ഉണ്ടായി. പിന്നെ കുഴപ്പമില്ലായിരുന്നു. അതിനകത്ത് ചെന്നങ്ങ് യൂസ്ഡ് ആയി. പിന്നെ ഞാൻ ആദ്യം ഓർത്ത് നമ്മളാരും നോമിനേറ്റ് ചെയ്തത്. അത് ആദ്യം അങ്ങനെ അങ്ങ് പോയി. അത് കഴിഞ്ഞ് എന്നെ നോമിനേറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ 4 ആഴ്ച അടുപ്പിച്ച് ക്യാപ്റ്റനായി. അപ്പൊ പിന്നെ അതും രക്ഷപ്പെട്ടു. അപ്പൊ അങ്ങനെ അതാണ് നമ്മൾ ഓരോ ദിവസം പ്ലാൻ ചെയ്താൽ ഓരോ ദിവസം പ്ലാൻ ചെയ്താൽ മതി. ഓക്കെ, എന്ത് ചെയ്യണം എന്നുള്ളത് പ്ലാനിംഗ് ഒക്കെ വർക്ക് ആവുമോ? ഇത് പുറത്ത് ഇത്രയും വർക്ക് കൊടുത്തിട്ടല്ലേ ഇവര് വർക്ക് ചെയ്യിപ്പിക്കുന്നത്. ഒരു വർക്കും ഇല്ലാണ്ട് ഞാൻ 75 ദിവസം നിന്നത്. അപ്പൊ PR ഉണ്ടായിരുന്നെങ്കിൽ കപ്പടിക്കാണ്ട് കോവിഡ് ഒന്നും നിർത്തിയത്. ശരി, ആ സീസൺ അങ്ങനെ പോയി. അതെ. ഓക്കെ ഓക്കെ. അല്ല അല്ലെങ്കിൽ എന്തായാലും അങ്ങനെ എത്തിയതല്ലേ? ഞാൻ ഉറപ്പായിട്ട് എത്തുമായിരുന്നു. ടോപ്പ് 5 വന്നേനെ. അത് ഞാൻ ഇറങ്ങുന്ന സമയത്ത് അമൃത അഭിരാമി അതിന്റെ താഴ്ത്തി ഞാൻ അങ്ങനെ ഇറങ്ങുന്ന സമയത്ത്. ഓക്കെ. ഈ ബിഗ് ബോസ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ കുറച്ച് ഉടായ്പ അല്ലെങ്കിൽ കുറച്ച് കുതന്ത്രങ്ങളുള്ള ആൾക്കാരായിരിക്കണം എന്നുണ്ട്. അങ്ങനെയാണ് അതിന്റെ ആ ഒരു എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ചേട്ടൻ അത് സെറ്റ് ആവുന്നുണ്ടല്ലേ? അല്ല, എന്റെ പേരുകൊണ്ട് ഞാൻ അങ്ങനത്തെ ആളല്ലേ. അപ്പൊ പിന്നെ കുഴപ്പമില്ല. പിന്നെ രണ്ടുപേരും അവിടെ സ്വർണം കിട്ടിയില്ല എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കണമെന്ന്. ചേട്ടാ ഞങ്ങൾക്ക് സ്വർണം കിട്ടിയില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ അതിന് നിയമാവലി എഴുതി വെച്ചിട്ടുണ്ടല്ലോ, പിടിച്ചു പറിക്കാൻ തട്ടിപ്പറിക്കാന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ എന്ന്. ഞാൻ ബാത്റൂമിൽ പോയി തിരിച്ചു പോകുമ്പോൾ പൊരിഞ്ഞടി ഇവിടെ കിടന്നുണ്ട്. ഞാൻ ഇട്ട് കൊടുക്കും. അത്രേ ഉള്ളൂ. പേര് ഞാൻ അന്വർത്ഥമാക്കിയതാണ്. ഓക്കെ. അപ്പൊ ഞാൻ അങ്ങനെ ചോദിക്കും, പാഷാണം ഷാജി എന്ന ആ ഒരു ക്യാരക്ടറിനും സാജു നവോദയ എന്ന മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒരെണ്ണം പറയാൻ പറഞ്ഞതായിരിക്കും. അത് ക്യാരക്ടറും ഞാൻ റിയലും. ഓക്കെ, അത്രേ ഉള്ളൂ. ഇതിനകത്ത് ആ ക്യാരക്ടർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തോന്നിയ രീതിയിൽ വർത്താനം ചിരിച്ച് കളിച്ച് ഇങ്ങനെ ആൾക്കാരെ പഠിച്ചു നടക്കുന്നതാണ്. പക്ഷെ അതിന് നേരെ ഓപ്പോസിറ്റ് ഞാൻ. കുറച്ച് ഇൻട്രോവേർട്ട് ആണോ? അല്ലേ? കുറച്ച്. ഓക്കെ. അപ്പൊ ആംബിവേർട്ട് എന്ന് പറയാൻ തോന്നുന്നു. ക്ലോസ് സർക്കിളിൽ മാത്രം ഭയങ്കര അതായിരിക്കും കറക്റ്റ് വേർഡ്. സിനിമയിലാണെങ്കിൽ പോലും എനിക്ക് ആകെ ഒരാളായിട്ട് സുഹൃത്തു അത്ര അടുത്ത ബന്ധം ആഴ്ചയിൽ 2-3 ദിവസമൊക്കെ വിളിക്കണുള്ളൂ. സോഹൻലാലിനെ മാത്രമേ വിളിക്കുള്ളൂ. ഞങ്ങൾ തമ്മിൽ മാത്രമേ ഉള്ളൂ ആ ഒരു ഇന്റിമസി സിനിമയിൽ. ബാക്കി ഒരാളായിട്ട് എല്ലാവരും അറിയാം, എല്ലാവരോടും ശരിക്കും എല്ലാവരോടും സ്നേഹത്തിൽ നിൽക്കും. അല്ലാണ്ട് ഇതേപോലെ ആഴ്ചയിൽ 2 പ്രാവശ്യം വിളിക്കുന്ന സോഹന മാത്രമേ ഉള്ളൂ. ഓക്കെ ഓക്കെ. അല്ല, ഈ എല്ലാവരും പറയും സിനിമയിൽ വരുമ്പോൾ സിനിമ പഠിപ്പിച്ച ഏറ്റവും വലിയ പാഠം എന്താണെന്ന് ചോദിച്ചാൽ അധികം ആരെയും വിശ്വസിക്കരുത് എന്ന് പറയും. അങ്ങനെ ഒരു പാഠം ചേട്ടന് പഠിച്ചിട്ടുണ്ടോ? അല്ല, അങ്ങനെ പാഠം ഞാൻ എന്നെ സംബന്ധിച്ച് അങ്ങനെ പഠിച്ചിട്ടും കാര്യമില്ല. ഞാനിങ്ങനെ തുറന്നു പോകാൻ സംസാരിക്കുന്ന ആളാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ പാഠം പഠിച്ചാൽ പിന്നെ ഹൈഡ് ചെയ്യേണ്ടി വരും പലതും. അത് എന്നെ കൊണ്ടിട്ട് പറ്റൂല്ല. എല്ലാം ഓപ്പണായിട്ട് പറയും. അത് ഈ ഫീൽഡിൽ നിൽക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണോ? ഏത് ഇങ്ങനെ ഓപ്പണായിട്ട് എല്ലാം പറയും? അല്ല, ഓപ്പണായിട്ട് അതും വലിയ പ്രശ്നങ്ങളാണ്. നമ്മൾ ഓപ്പണായിട്ട് ചിലപ്പോൾ ഒരു തമാശക്ക് വേണ്ടിയിട്ടായിരിക്കും പറയണത്. അത് കറങ്ങി തിരിച്ച് വേറെ സ്ഥലത്ത് ചെല്ലുമ്പോഴത്തേക്ക് വേറെ രീതിയിലായിരിക്കും അത്. അങ്ങനെയുണ്ട് പ്രശ്നങ്ങൾ. ശരിക്കും പണി കഴിഞ്ഞ് വീട്ടിൽ പോരുക, വീട്ടിൽ കിടന്ന് ഉറങ്ങുന്നത് അത്രേ ഉള്ളൂ. ഇവിടെ വേറെ വർത്താനത്തിനൊന്നും നിൽക്കരുത്. ഓൾറെഡി അങ്ങനെയാണ് ക്യാരക്ടർ. പണ്ടേ അങ്ങനെ. ഞാൻ ഇത്രയും സിനിമ ചെയ്തിട്ടുണ്ട്. 1-2 സിനിമയുടെ പാക്കപ്പ് പാർട്ടിക്ക് ഞാൻ നിന്നിട്ടുള്ളൂ. വേറെ ഒരു പടത്തിന് പാക്കപ്പ് പാർട്ടിക്ക് നിന്നിട്ടില്ല. ഞാൻ വീട്ടിൽ പോരുക സമയത്ത് ഷൂട്ട് കഴിയും വീട്ടിൽ പോരും. ഫാമിലി ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ കുറച്ചുകൂടി ഇഷ്ടം. അതാ എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ എവിടെ പോകണത് അവിടെ പെട്ടെന്ന് എത്തണം. അവിടെ നിന്ന് ഇറങ്ങിയാൽ പെട്ടെന്ന് ഇവിടെ എത്തണം. പെട്ടെന്ന് വീട്ടിലെത്തണം. അതാണ് എൻ്റെ റൂട്ട്. എനിക്കൊരു സാധാരണ ആൾക്കാർക്കൊക്കെ ഫ്രണ്ട്സ് ആയിട്ട് കറങ്ങാനും പുറത്തു പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാർ ഇങ്ങനെയുള്ള ആൾക്കാർ കുറച്ച് കുറവ്. എൻ്റെ കൂടെ പുറത്തും വിദേശത്തൊക്കെ വന്നിട്ടുള്ളവർ ചോദിച്ചാൽ അറിയാം. അവന്മാർക്ക് കലിയാ ഞാനുള്ളപ്പോ എവിടെ വിളിച്ചാലും ഞാൻ പോകൂല, റൂമിൽ തന്നെ ഇരിക്കും. USA പോയപ്പോഴത്തേക്ക് വിപിനും വിഷ്ണു ഉണ്ടായിരുന്നു. ചേട്ടാ നമുക്ക് അമേരിക്ക നമുക്ക് കറങ്ങാം, നമുക്ക് സ്റ്റാച്യു ഓഫ് ദി ലിബർട്ടി കാണാന്നൊക്കെ പറഞ്ഞു. ഞാൻ സോഷ്യൽ സ്റ്റഡീസിന് എനിക്ക് പഠിക്കാണ്ടായിരുന്നു സ്റ്റാച്യു ഓഫ് ദി ലിബർട്ടി ഒക്കെ പണ്ട് ഞങ്ങൾ പഠിക്കണ. ഞാൻ പറഞ്ഞു അതിലുണ്ടായിരുന്നു, എനിക്കിനി കാണാന്ന് തോന്നി.
അപ്പോൾ ഇവന്മാർ ഈ പുള്ളി എന്ത് മനുഷ്യനാന്ന് ആ, ഞാനും അതാ ചോദിക്കാൻ വന്നത്. എന്നിട്ട് ഞാൻ പോകണമെന്ന് പറഞ്ഞ് ഇവർ ട്രാവലറിൽ പോയി. ഞങ്ങൾ പോയി കണ്ടിട്ട് അവനോട് ചേട്ടൻ ഇവിടെ തന്നെ ഇരുന്നോളാൻ പറഞ്ഞ്. ഇവർ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അമേരിക്കയിൽ ആദ്യമായിട്ട് ഇടിയും പെട്ടി മഴ കറങ്ങി ആ വണ്ടി കറങ്ങിയിട്ട് തിരിച്ചു വന്നു. എന്നിട്ട് എന്നോട് ഞാൻ നീ പൊയ്ക്കോ കണ്ടാലേ പറയാൻ പറ്റുള്ളൂ എന്നോട്. കണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. അവരും കണ്ടില്ലേ? അവരും കണ്ടില്ല, അവർ പോകുന്നു തിരിച്ച്. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു ചേട്ടൻ്റെ നാക്ക് അടിപൊളിയാന്ന് പറഞ്ഞു. നല്ല കാര്യം. എവിടെ പോയാലും ഓസ്ട്രേലിയയിൽ പോയാൽ അന്നേരം ഷാജു പാലക്കാട് ഇവരൊക്കെ ഉണ്ടായിരുന്നു. ഇവർ പറഞ്ഞ് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് പോവാം കങ്കാരുവിനെ കാണാൻ പോകുന്നു. ഞാൻ പറഞ്ഞു ഞാൻ ഇന്ത്യൻ സിനിമ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഈ പുള്ളി അടുത്ത ട്രിപ്പ് എന്ന് പറഞ്ഞു ഭാഷണത്തിൽ കൊണ്ടുപോകണ്ട, അവൻ വിളിച്ചാലും പുറത്തിറങ്ങൂല. ഈ വൈഫൈ ഉണ്ടാവുമല്ലോ വീട്ടിലേക്ക് വിളിക്കുക, പുറത്തിറങ്ങി അത് കിട്ടില്ല. നിങ്ങൾ എന്തെങ്കിലും ഫുൾ ടൈം വീട്ടിൽ അത് കിട്ടില്ല. ഇപ്പൊ ഞങ്ങൾ UK പോയപ്പോൾ പാട്ട് പാടുന്ന വീഴ്ച മതി ചേട്ടൻ എന്താ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് തുടക്കത്തിലൊക്കെ ആണെങ്കിൽ എല്ലാവരും പറയും കല്യാണം കഴിഞ്ഞ സമയമാണ്, പക്ഷെ ഇങ്ങനെ വേണം ആഗ്രഹം എല്ലാവർക്കും ഇതായിരിക്കും, പക്ഷെ അത് നടക്കാറില്ല. ഇത് ഇവിടെ ഇങ്ങനെ വർക്കൗട്ട് ആവും. 25 വർഷമാണ് ഇത് വരുമ്പോ. ചോദിച്ചത് അതങ്ങനെയാണ്, അതങ്ങനെ ശീലിച്ചു. ഞാൻ കല്യാണം കഴിഞ്ഞ 1 വർഷം കഴിഞ്ഞ 24 വയസ്സ്, വൈഫിന് 21 വയസ്സ്. അപ്പൊ തൊട്ട് ഒറ്റക്ക് താമസിക്കുന്ന ഞങ്ങള്. എല്ലാരും ഉണ്ട്, പക്ഷെ താമസിക്കുന്ന ഒറ്റക്കാണ്. നിങ്ങളുടെ ആ ഒരു സറൗണ്ടിങ്ങില്. അപ്പൊ അങ്ങനെ ആ ഒരു ശീലം അത് മാറ്റിയാൽ നമ്മളല്ലാതാവും. എന്നാലും അമേരിക്കയിൽ പോയിട്ട് സ്റ്റാച്യു ഓഫ് ലിബർട്ടി അമേരിക്കയിൽ പോയി, UK പോയി, ഓസ്ട്രേലിയ പോയി, ഇന്തോനേഷ്യ പോയി, സകല സ്ഥലത്തും പോയിട്ടുണ്ട്. സൗത്ത് ആഫ്രിക്ക മാത്രമേ പുറത്തിറങ്ങിയുള്ളൂ. അത് ചെന്നൈ പാർക്ക് കാണാനായിട്ട് വിളിച്ചപ്പോ ഞാൻ പോയി. മൃഗങ്ങളെ കാണാൻ എവിടെ വേണമെങ്കിലും പോകും, നടന്നു പോകും. അതിഷ്ടമാണ്. അതിഷ്ടോ. ആകെ എത്ര രാജ്യങ്ങൾ പോയിട്ടുണ്ട് മൊത്തത്തിൽ? കൊറേ പോയിട്ടുണ്ട്. അത് പുറത്തിറങ്ങിയത് സൗത്ത് ആഫ്രിക്ക മാത്രം. കാരണം എന്താ? ചെന്നൈയുടെ പാർക്കിൽ പോയി, കാനഡയിൽ പോയി, അവിടെ എല്ലായിടത്തും പോയിട്ടുണ്ട്. ദുബായ് മൊത്തം പോയിട്ടുണ്ട്. പക്ഷെ ആകെ ഞാൻ പുറത്തിറങ്ങിയിരിക്കണത് ഈ ചെന്നൈ പാർക്ക് കാണാനായിട്ട്. പിന്നെ സിംഹത്തിന് ഫീഡ് ചെയ്യുന്ന ടൈം ഉണ്ടാവും, ഫീഡിങ് ടൈം. അപ്പോഴാണ് പോയത്. കൂടെ പിന്നെ അവർക്ക് പെട്ടാവുകയി. അല്ല സീരിയസ്ലി. ഇപ്പൊ നമ്മളൊക്കെ ഒരു പ്രോഗ്രാം കിട്ടി പോവാന്നല്ലേക്ക് പോകും, അവിടെയൊക്കെ കറങ്ങാം. നോർമലി ഞങ്ങൾ മനുഷ്യരൊക്കെ ചേച്ചി ഒന്നും പറഞ്ഞു, ചേച്ചി പറയില്ല ഒന്ന് പുറത്തിറങ്ങി എവിടെയെങ്കിലും പോകുന്നു പറയും. വീട്ടിൽ ഇങ്ങനെ ഒരു സെറ്റ് ഉണ്ട്, ആ സെറ്റിൽ ഇങ്ങനെ ഒരു അറ്റത്ത് ഞാനിങ്ങനെ കിടക്കും, ഫുൾ അവിടെ ആയിരിക്കും. ഇപ്പൊ UK ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഫോൺ ചെയ്യുമ്പോൾ വീഡിയോ കോൾ ചെയ്യുമ്പോൾ ആ സെറ്റ് കിടക്കണം ഇവിടെ നിന്ന് പോയെന്ന്. അവിടെ ഒരു സെറ്റിയിലായി കിടക്കണം മുമ്പിലേക്ക്. ഇഷ്ടമല്ലാഞ്ഞിട്ടല്ല, ഒരു എന്താ അങ്ങനെ. അതാണ് കംഫർട്ട് സോൺ. കാടൊക്കെ ആണെങ്കിൽ ഞാൻ ഓക്കെ. ട്രക്കിങ് അങ്ങനെയൊക്കെയാണ് ഇഷ്ടം അല്ലേ? ഓക്കെ ഓക്കെ. നിങ്ങൾ ഒരുമിച്ച് ഒരു ട്രിപ്പ് വല്ലതും പ്ലാൻ ചെയ്യുന്നുണ്ടോ? നാളെ കഴിഞ്ഞിട്ട് ഷാർജക്ക് പോവോ? അല്ല അത് പ്രൊഫഷണലി നിങ്ങൾ പോകുന്നതാണല്ലോ. അല്ലാതെ രസം പോണ കാട്ടിലേക്കാ ഞാൻ. അപ്പൊ ചേച്ചിനെ കൊണ്ടുപോകും. കാടിന്റെ നടുക്കൊക്കെ പോണെങ്കിൽ ടെന്റ് അടിച്ച് കിടക്കും, അങ്ങനെയൊക്കെ പരിപാടി. പുള്ളിക്കാരിക്കും ഇഷ്ടമാണ്. അത് ഇഷ്ടമാണ്. ആദ്യം കൊണ്ടുപോയ ദിവസം എനിക്ക് പേടിയായി, ഈ ഓരിയിടലും ബഹളമൊക്കെ അല്ലേ. അപ്പൊ ഞാൻ പേടിച്ച കിടക്കണ, വൈഫ് ഉള്ളതുകൊണ്ട്. അപ്പൊ ഞാൻ കുറച്ചേരം എന്നെ തോണ്ടിട്ട് നല്ല രസമുണ്ടല്ലേ എന്ന്. അപ്പൊ ഓക്കെ, പിന്നെ എല്ലാത്തിനും കൊണ്ടുപോകും. ആ ടെന്റ് അടിക്കുന്ന വേറെ ഫാമിലി ഉണ്ടെങ്കിൽ ഇച്ചിരി ദൂരത്തെ അടിപ്പിക്കുള്ളൂ, അടുത്തടുത്തായിട്ട് നിൽക്കില്ല. അതൊരു ആ ഒരു രാത്രിയുടെ മൂഡ് കിട്ടണമെങ്കിൽ അപ്പൊ ചേച്ചി എന്റെ വൈബ് തന്നെയാ. ഓക്കെ. എനിക്ക് തോന്നുന്നു ഇത്രയും പറഞ്ഞു കേൾക്കുമ്പോഴേ ചേച്ചി ഭയങ്കര ലക്കി ആയിട്ടുള്ള ഒരു വൈഫാണെന്ന് തോന്നുന്നു. സാധാരണ 25 വർഷം കഴിയുമ്പോഴത്തേക്കും ഭാര്യ ഒരു സൈഡിലും ഭർത്താവ് വേറെ സൈഡിലും എല്ലാവരും. അതെന്താണെന്നറിയാമോ, നമുക്ക് പ്രണയം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രേമിക്കുന്ന സമയത്ത് പല വാഗ്ദാനമൊന്നുമില്ല. ഇപ്പൊ കല്യാണം കഴിഞ്ഞോ? ഇല്ല. എന്നാൽ പ്രേമിക്കുന്ന സമയത്ത് പല വാഗ്ദാനങ്ങളുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. അത് ഇതൊക്കെ പിന്നെ കല്യാണം കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് അപ്പൊ നമ്മൾ പ്രണയ ജോഡികളാണ്. കല്യാണം കഴിച്ച് കഴിയുമ്പോൾ ഭാര്യയും ഭർത്താവുമാവും, ഒരു പൊസിഷൻ വരും. അത് കഴിയുമ്പോൾ കുട്ടിയായി കഴിയുമ്പോൾ അച്ഛനും അമ്മയാവും. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ അകന്നകന്ന് പോകും. പിന്നെ അപ്പനും അമ്മയാകുമ്പോൾ ഈ പ്രണയം എന്നുള്ള സംഭവം വിട്ടിട്ട് ഇങ്ങനെ ഓരോ പൊസിഷനിലേക്ക് മാറിപ്പോകും. ഇതല്ലാതെ ഈ പൊസിഷനൊക്കെ നമ്മുടെ യാത്രയിലുള്ളവരെ ബസ് സ്റ്റോപ്പാന്ന് കരുതി ഈ പ്രണയം തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. അതിൻ്റെ കൊച്ചു വരുന്നതൊക്കെ വന്നു പോണ കാര്യങ്ങൾ. പക്ഷെ നമ്മളുടെ ആ ഒരു ഇത് വിടരുത്, എപ്പോഴും പ്രണയിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഇങ്ങനെ സന്തോഷമായിട്ട് പോകാൻ പറ്റും. പിന്നെ തീർച്ചയായിട്ടും ഇതിന് മാറ്റങ്ങൾ വരുമ്പോഴാണ് പ്രശ്നം വരുന്നത്. ക്രിക്കറ്റിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? അതും കൂടെ ചോദിക്കണമല്ലോ. കാരണം ഗെയിമിലെ കാര്യത്തിൽ പറയുമ്പോഴത്തേക്കും സ്നൂക്കർ അല്ലേ, കുറെ ഗെയിമുകളുണ്ട്. നല്ല അടിപൊളി ഒരു ഗെയിമറാണ്. ക്രിക്കറ്റിന്റെ വിശേഷം ആദ്യം പറയൂ. ഏറ്റവും ചെലവുള്ള സ്നൂക്കർ ഗെയിമാണ്. ആണോ? കാരണം അത് ബാറിൽ മാത്രമേ ഉള്ളൂ. അത് ബാറിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവിടെ ഭയങ്കര ചെലവായിരിക്കും. അല്ലാതെ സ്നൂക്കർ ക്ലബ് ഉണ്ട് കാക്കനാടൊക്കെ ഉണ്ട്. അവിടെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഇവിടെ എറണാകുളത്തൊക്കെ കൂടുതലും ബാറിലാന്ന് തോന്നുന്നു. അതെങ്ങനെ അറിഞ്ഞു? അല്ല, സ്നൂക്കർ കളിക്കും. പിന്നെ ക്രിക്കറ്റ് പണ്ട് പോലെ കളിക്കണം ഞാൻ. അപ്പോൾ ഇങ്ങനെ കളിക്കുന്ന സമയത്താണെങ്കിൽ ഞാൻ ആദ്യമായിട്ട് മിമിക്രിക്കാർ വെച്ച് ടീം ഉണ്ടാക്കി. ഞാൻ പറഞ്ഞു നമുക്ക് ക്രിക്കറ്റ് ടീം ഉണ്ടാക്കാമെന്ന്. ഉണ്ണിയസ് നായർ ഞങ്ങളെ കൂടി ടീം ഉണ്ടാക്കിയത്. മുംബൈയിൽ നിന്നാണ് ജേഴ്സി അടിച്ചു കൊണ്ടുവന്നത്.
ആദ്യമായിട്ട് ടൂർണമെന്റ് കളിക്കാൻ പോയിക്കുക. ഞങ്ങൾ ആകെ എടുത്ത 10 റണ്ണാ. അതിലൊരാൾ ഒരു 6 അടിച്ച്, ബാക്കി 9 പേര് കൂടി 4 റൺ എടുത്തത്. ആ മൊത്തത്തിൽ 10 റണ്ണ്. പക്ഷെ ആ ടീമിനെ വെച്ചിട്ട് മഹേന്ദ്ര നടത്തിയ ട്രിവാൻഡ്രത്ത് നടത്തിയ സ്റ്റേഡിയത്തിൽ നടത്തിയ ടൂർണമെന്റ് 24 ടീമിനെ വെച്ച് കളിച്ചിട്ട് അതിന്റെ കപ്പ് ഞങ്ങൾ അടിച്ചു. അപ്പൊ അങ്ങനെ കുറെ കപ്പുകൾ ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷന്റെ ടീമാ മാ എന്ന് പറഞ്ഞ സംഘടന, മാ ഫൈറ്റേഴ്സ്, അതാണ് എന്റെ ടീം. അപ്പൊ ഇപ്പൊ നാടകവും അല്ലെങ്കിൽ ക്രിക്കറ്റ് ഗെയിംസ് ഒക്കെയാണോ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത്? എല്ലാം അതിനു വേണ്ടിയിട്ടാണ്. കൺട്രോളർമാർ വിളിച്ചിട്ട് ചോദിക്കണത് അടുത്ത മാസം പടം ഉണ്ടാകുന്നില്ല, അടുത്ത മാസം കളി ഉണ്ടാകുന്നില്ലെങ്കിൽ പടത്തിൽ വിളിക്കാൻ വേണ്ടിയാ. അല്ല ആക്ച്വലി ശരിക്കും സിനിമ ചെയ്തതിനേക്കാൾ ഒരു ഇഷ്ടം ഇതൊക്കെ ചെയ്യുമ്പോഴാണോ? തീർച്ചയായിട്ടും. നമുക്ക് പണ്ട് നടക്കാതെ പോയ ഇഷ്ടങ്ങൾ ഇപ്പൊ നടത്തുന്നത്. ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ എന്റെ വൈഫും ഞങ്ങൾ പറഞ്ഞ ഞങ്ങളുടെ ഇഷ്ടങ്ങളാണ് ഞങ്ങളുടെ ജീവിതം. അല്ലാതെ നമ്മൾ ജീവിക്കാൻ വേണ്ടി ഒരു ഇഷ്ടത്തിലേക്ക് കണ്ടെത്തണമല്ല. അല്ല നമ്മൾ ഒരു 40s ഒക്കെ കഴിയുമ്പോൾ ആളുകളുടെ തോട്ട് പ്രോസസ്സ് മാറും എന്ന് കേട്ടിട്ടുണ്ട്. ചേട്ടനും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്? എനിക്കൊരു കുഴപ്പമില്ല, പണ്ടത്തെ പോലെ തന്നെ. 48 വയസ്സായി എനിക്ക്. എന്നിട്ട് നമുക്ക് നമ്മൾ എങ്ങാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്, കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. അല്ല ജീവിതത്തിനോടുള്ള ഒരു ഔട്ട്ലുക്ക് മാറുന്നു. അത് ഒരു പരിധി വരെ ഉണ്ടല്ലോ. നമ്മൾ ഒരു ഫാമിലി ലൈഫ്, ഇങ്ങനെ ഒരു സംഭവം വേണം, നമുക്ക് മക്കളെ പഠിപ്പിച്ച് വലിയ ആളാക്കണം, അങ്ങനെ കാഴ്ചപ്പാടുള്ള കുറേ അച്ഛനമ്മമാരുണ്ട്. അവരൊക്കെ അപ്പോൾ എൻ്റെ ഈ ഒരു ആറ്റിറ്റ്യൂഡിൽ പോകാൻ പറ്റില്ല. അവർക്ക് ഓരോ സൈഡിലേക്ക് ഓരോ കാര്യങ്ങൾ ചെയ്ത് പോകണം. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ 2 പേരേ ഉള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത് ഞങ്ങളുടെ ഇഷ്ടങ്ങളാണ് ഞങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത്. അവർ മക്കൾക്ക് വേണ്ടിയിട്ട് കരുതി വെക്കണം, അല്ലെ മക്കളെ ഇന്നതിലേക്ക് എത്തിക്കണം, മക്കളെ കാര്യങ്ങൾ കുറേ ശ്രദ്ധിക്കണം. അച്ഛൻ്റെ അമ്മയുടെ അവരവരുടെ കാര്യങ്ങൾ കുറവായിരിക്കുള്ളൂ, മക്കൾക്ക് വേണ്ടിയായിരിക്കുള്ളൂ. അപ്പം അത്തരത്തിലുള്ള ബാധ്യതകളും പ്രശ്നങ്ങളൊന്നും ഞങ്ങളുടെ ലൈഫ് ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ പോകും, കുറച്ചുകൂടെ ഈസി ആയിട്ട് എല്ലാ കാര്യങ്ങളും പോകും. അല്ല ആക്ച്വലി ശരിക്കും സിനിമ ഒന്ന് മാറ്റി വെച്ചേക്കുവാണോ? ഇല്ല, സിനിമ മാറ്റി വെച്ചിട്ടില്ല. ഞാനിപ്പോ പടം ഡയറക്റ്റ് ചെയ്യാൻ പോവുക, അതിന്റെ പുറകെയാണ്. അപ്പൊ അതിനു വേണ്ടി അഭിനയം അതിൽ കുറച്ച് നാൾ അതിന്റെ പ്രീ പ്രൊഡക്ഷൻ പരിപാടിയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കേ. ഡിസംബറിൽ തുടങ്ങും പടം. ഈ ഡയറക്ഷനും പണ്ട് മുതലേ ഉള്ള ഒരു താല്പര്യമായിരുന്നു. ഞാൻ സ്കൂൾ നാടകങ്ങൾ പഠിപ്പിക്കുകയും +2 കലോത്സവങ്ങൾ നാടകങ്ങൾ സംവിധാനം ചെയ്ത് അങ്ങനെയുള്ള പരിപാടിയായിട്ട് ഞാൻ നടന്നു വെച്ചാൽ. ഞാൻ മിമിക്രിയിലേക്ക് വന്നത് ഒരിക്കലും മിമിക്രിക്കാരനായിട്ടല്ല. ഞാൻ ഇതുവരെ നടന്മാരെ എനിക്കത്തൊരു മിമിക്രിക്കാരനാണ്. ഒരു കോഴിയുടെ പോലെ ശബ്ദം ഉണ്ടാക്കാൻ എനിക്കറിയാൻ പാടില്ല. പക്ഷെ ഞാൻ സ്കിറ്റ് കളിച്ചിട്ട് വന്ന ആളാണ്, സ്കിറ്റ് മാത്രം ചെയ്തു വന്ന ആളാണ്. അപ്പം എൻ്റെ റൂട്ട് മുഴുവൻ ഇങ്ങനെയായിരുന്നു. ഈ നാടകം കാര്യങ്ങൾ ഡയറക്ഷൻ പണ്ട് പോലെ ഉള്ളതാണ്. അതും അമേച്ചർ നാടകങ്ങളായിരുന്നു. അപ്പൊ സിനിമ ഡയറക്റ്റ് ചെയ്യണമെന്നുള്ള ആഗ്രഹം തുടക്കം മുതലേ ഉണ്ട്, അതിങ്ങനെ വന്ന് ഇപ്പൊ സംഭവിക്കാൻ പോവാണ്? അല്ല, തുടക്കം മുതലല്ല, വന്നു. സിനിമ എന്താണ്, നാടകം എന്താണ്, ഇത് ഏകദേശം നമുക്ക് റൂട്ട് കിട്ടി. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഉറപ്പുണ്ട്. അപ്പം ആ രീതിയിലാണ്. നമ്മൾ ഈ ക്യാമറയുടെ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് നാൾ കഴിയുമ്പോഴായിരിക്കും ബിഹൈൻഡ് ദ ക്യാമറ എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് പഠിക്കാനുള്ള ഒരു ആഗ്രഹം വരിക. അതിന്റെയൊക്കെ ഭാഗമായിട്ടാണോ? അല്ല, അതെന്താണെന്ന് അറിയാമോ, ബിഹൈൻഡ് ദ ക്യാമറ എന്താണെന്ന് നമുക്ക് ചെല്ലുമ്പോഴേ ഇതിനോട് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഷോട്ടൊക്കെ കഴിഞ്ഞ് നേരെ പോയി അതിന്റെ പുറകെ പോയിരിക്കും, എന്താ സംഭവം നോക്കിയിട്ട് അപ്പോൾ ചോദിക്കുകയും ചെയ്യും, മനസ്സിലാക്കുകയും ചെയ്യും. അപ്പൊ അങ്ങനെ ഇതിനോട് ഇഷ്ടം ഉണ്ടാവണം നമുക്ക്. അപ്പൊ നമ്മൾ ആ രീതിയിൽ അപ്പൊ ഏത് ജോണറായിരിക്കും സിനിമ വരാൻ പോകുന്നത്? ഞാൻ സബ്ജക്റ്റ് വായിച്ച് കേൾപ്പിച്ചപ്പോൾ, ആർട്ടിസ്റ്റുകളുടെ അടുത്ത് വായിച്ച് കേൾപ്പിച്ചപ്പോൾ ഇവരെല്ലാവരും പറഞ്ഞത്, ഓരോരുത്തരോട് വായിക്കുമ്പോൾ ഓരോരുത്തർ പറഞ്ഞതാ, സാജു കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾ ഓർത്ത് തമാശ പടം എന്നോർത്തായിരുന്നത്. ഒരിക്കലും ഇല്ല, ത്രില്ലർ മൂവിയാണ്. ക്രൈം ത്രില്ലർ. സബ്ജക്ട് കഥ എന്റെയാണ്, തിരക്കഥ സംഭാഷണം വേറെ ആള്. ത്രെഡ് കൊടുത്തത് ചേട്ടനാണ്. എന്തെങ്കിലും ഇൻസിഡന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണോ അല്ലെങ്കിൽ റിയൽ സ്റ്റോറിയുമായി എന്തെങ്കിലും ബന്ധമുള്ളതാണോ? റിയൽ സ്റ്റോറി അല്ല, ഇത് പ്രണയം തന്നെയാണ്. പ്രണയത്തിന്റെ കുറെ മുഖങ്ങളുണ്ട്. അപ്പൊ നമുക്ക് ഇതുവരെ മലയാള സിനിമ വരച്ച് കാണിക്കാത്തൊരു പ്രണയമോ, നമ്മൾ മത്സ്യങ്ങളുടെ പ്രണയം നമ്മൾ കണ്ടിട്ടില്ല. അതിനൊരു പഴയ കഥയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു മിത്തായിട്ട് മനുഷ്യനിലേക്ക് വന്നതാണ്. എല്ലാം കഴിഞ്ഞു, ആർട്ടിസ്റ്റ് കാസ്റ്റിംഗും എല്ലാം കഴിഞ്ഞു, എല്ലാവരും ഓക്കെ, ഹാപ്പിയായി. പ്രീ പ്രൊഡക്ഷൻ അതിപ്പോ പറയാൻ പറ്റില്ല. എല്ലാവരും ഓക്കെ പറഞ്ഞ ആൾക്കാരാണ്. ചേട്ടൻ അഭിനയിക്കുന്നുണ്ടോ? ഇല്ല, ഞാൻ ഡയറക്ടറായിട്ട് മാത്രം. എന്റെ പടം നന്നാവണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, അതുകൊണ്ട് ഞാൻ ക്യാമറയുടെ ഫ്രണ്ടിൽ വരുന്നു. ഇല്ല, അഭിനയിക്കണില്ല, ഭാരിച്ച ജോലിയല്ലേ. രണ്ടും കൂടെ മാനേജ് ചെയ്യാന്ന് പറയുന്നത്. അങ്ങനെ ചെയ്ത നമ്മുടെ പൃഥ്വിരാജ് സുകുമാരനൊക്കെ ഉണ്ട് കേട്ടോ. അല്ല, അത് ഓക്കെ, അവർക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരല്ലേ. അപ്പൊ നമുക്ക് അങ്ങനെയല്ല, നമുക്ക് നമ്മുടെ ആദ്യത്തെ പടം ഓക്കെ ആയാലും മാത്രമേ നമുക്ക് മുമ്പോട്ട് നമ്മുടെ ലൈഫുള്ളൂ. അപ്പൊ അത് കാരണം ഇപ്പൊ അതിന്റെ മുന്നോടിയായിട്ട് ഇപ്പൊ ഈ ഡിസംബറിൽ ഒരു പടം ചെയ്യുന്നുണ്ട്, ഒരു ആന്തോളജി മൂവി ഉണ്ട്, ഗംഗ യമുന സിന്ധു സരസ്വതി എന്ന് പറഞ്ഞിട്ട് 4 സ്ത്രീ കഥാപാത്രങ്ങൾ മെയിൻ ആയിട്ടുള്ള. അത് ഏകദേശം നല്ലൊരു 4 സബ്ജക്ട്, അതിൽ ഒരു പടം ഞാനാണ് ഡയറക്റ്റ് ചെയ്യണം. അതിപ്പോ ഡിസംബറിൽ ചെയ്യും, ഡിസംബറിൽ ചെയ്യും. അത് കഴിഞ്ഞ വലിയ മൂവിയാണ് അത്. അപ്പൊ നമുക്ക് എപ്പോഴത്തേക്ക് പ്രതീക്ഷിക്കാം തിയേറ്ററിലേക്ക്?
ഞാൻ ഫെബ്രുവരിയിൽ ഞാൻ തുടങ്ങും. വലുത് ആ, അപ്പൊ ഒരു 5-6 മാസത്തിനകത്ത് എല്ലാ പരിപാടികളും കഴിഞ്ഞ് നമുക്ക് അപ്പോഴും നമുക്ക് ഇതുപോലെ ഇരുന്ന് സംസാരിക്കാൻ പറ്റട്ടെ. തീർച്ചയായിട്ടും. ഓക്കെ, ചേച്ചി എന്തെങ്കിലും അഭിനയിക്കുന്നുണ്ടോ എന്നെ പടത്തില? ഇല്ല. ഓക്കെ, അല്ല ചേച്ചി ഇത്രയും നന്നായി ചെയ്ത ഒരാളാകുമ്പോൾ ചേച്ചിക്ക് ഒരു സ്റ്റാർട്ടിങ് കൊടുത്തൂടെ? അല്ല, നമ്മുടെ പടത്തിൽ ചെയ്യിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ. അത് ആ ഒരു എൻ്റെ വൈഫ് ചെയ്യുന്ന ക്യാരക്ടർ, അത് എങ്ങനത്തെ ക്യാരക്ടർ കിട്ടി എത്ര നന്നായിട്ട് ചെയ്യുന്ന എനിക്കറിയാം. പക്ഷെ അതേപോലത്തെ ക്യാരക്ടറുകൾ ഇല്ല ഇതില്. അപ്പൊ അതേപോലത്തെ ഒരു ക്യാരക്ടറാണെങ്കിൽ ഇപ്പൊ വൈഫിനെ വെച്ചിട്ട് ഞാനൊരു ഷോർട്ട് മൂവി ഇതിനകത്ത് 24 മിനിറ്റ് ഉള്ളത്, അത് കളാന്ന അതിന്റെ പേര്, യൂട്യൂബിലുണ്ട്. അത് ഒത്തിരി അവാർഡ് കിട്ടിയത്. ഇപ്പൊ സൗത്ത് ഇന്ത്യൻ ഫെസ്റ്റിവലിന്റെ തൊടുപുഴ നടന്നതിൽ മികച്ച ചിത്രം എൻ്റെ ആയിരുന്നു. ഭരതൻ സാറിൻ്റെ ഇത് ഓർമ്മക്കാട്ടി ചെയ്യുന്ന അതിൻ്റെ മികച്ച ചിത്രം എൻ്റെ ആയിരുന്നു. ജമ്മു കാശ്മീരിൽ നടത്തിയ ഓൾ ഇന്ത്യൻ ഫെസ്റ്റിവലിൽ മികച്ച ഡയറക്ടർ ചെയ്യാനായിരുന്നു. അങ്ങനെ കുറേ അവാർഡ്, DOP ഒക്കെ അങ്ങനെ കുറേ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അല്ല, ഇനിയിപ്പോ ഇത് സിനിമ ഡയറക്റ്റ് ചെയ്ത് കഴിഞ്ഞാലേ ഇപ്പൊ ഡയറക്ടർ സാജു നവോദയാന്ന് കേൾക്കുമ്പോഴാണോ ആക്ടർ സാജു നവോദയാന്ന് കേൾക്കുമ്പോഴാണോ ഒരു സുഖം കിട്ടുന്നത്? ആണോ? സാധാരണ നമുക്ക് ഇങ്ങനത്തെ പേരൊക്കെ വിളിക്കുമ്പോ ചെറിയൊരു ഇവരെന്ത് ഇങ്ങനെ പറയുന്നേ. ചില കുരുത്തക്കേറിയ ആൾക്കാരുണ്ട്, ചില കള്ളൂറ്റാൻ കയറിയവർ ആ രീതിയിൽ പേര് വിളിച്ചു നോക്കാൻ അങ്ങനെ വിളിക്കും. ഇത് ഞാൻ സ്കിറ്റ് ചെയ്തതല്ലേ, ജീവിതമാർഗം ഉണ്ടായതാ. ആ പേര് വന്നാൽ പിന്നെയാണ് എന്തെങ്കിലും നല്ല രീതിയിൽ ആയത് ലൈഫ്. 10 പേര് അറിയാൻ ഇപ്പൊ നമ്മൾ ഇരിക്കണത് തന്നെ പേര് വന്നോണ്ടാണ്. അപ്പൊ അതുകൊണ്ട് വിളിക്കുന്നത് സന്തോഷമുള്ളൂ. പക്ഷേ ഇപ്പൊ സാജു നവോദയ എന്നുള്ള പേരിൽ എല്ലാവർക്കും അറിയാം. നേരത്തെ പാഷാമൻ ഷാജി എന്ന് പറഞ്ഞാൽ അല്ല എന്നും അറിയുന്നത്. ഇപ്പൊ അത് കുറച്ചുകൂടെ ആളുകളിലേക്ക് ഈ പേര് എത്തി തുടങ്ങിയില്ലേ, സാജു നവോദയ? അല്ല, ശരിയാ. എന്റെ വീട്ടിൽ ഇപ്പൊ ഞങ്ങളുടെ ആ ഒരു ജനറേഷൻ മാത്രമല്ല, താഴോട്ടൊന്നൊക്കെ വേറെ പേരൊക്കെ വിളിക്കണം പിള്ളേര്. അതൊന്നും പറയാൻ പറ്റില്ല. അല്ല, ഈ പാഷാണം, പാഷു അങ്ങനെയൊക്കെ വിളിക്കുന്നത്. ചുരുക്കി പാഷു. ഓ, അത് ശരി. അല്ല, ചെയ്ത ഒരു ക്യാരക്ടറാണല്ലേ അത് മൊത്തം. നമ്മുടെ ആ ഒരു സിനിമ അല്ലെങ്കിൽ ആ ഇപ്പോഴും നമ്മൾ ആ ഒരു ബെഞ്ച് മാർക്ക് എവിടെ ചെന്നാലും ഈ വലിയ അങ്ങനെ ചെറുപ്പക്കാരുടെ ഇടയിൽ നമ്മളൊന്നും അങ്ങനെ ഇതല്ല. പക്ഷെ അമ്മമാര്, ചേച്ചിമാര് ഇവരൊക്കെ കോമഡി പാഷാണം ഷാജി തന്നെ, പാഷാണം ഷാജി. അപ്പൊ അവർക്ക് ഇപ്പൊ കാണുന്ന TV ഇപ്പൊ കാണാറില്ല. TV ആണ് അവർ TV കണ്ടാക്കുന്നത്. ഇത് ഇപ്പോഴും മനസ്സിലാക്കുന്നത്. ബിഗ് സ്ക്രീനിൽ വന്ന് ഇത്രയും പടം ചെയ്തൊന്നും അവർക്ക് അതൊന്നും പ്രശ്നമില്ല. TV കാണാറില്ലല്ലോ. ഇപ്പൊ എന്താ വരാത്ത ഇങ്ങനെ ചോദിക്കുള്ളൂ. ഓക്കെ, അതെ. ഇപ്പൊ ചേട്ടൻ ഇത്രയും വർഷങ്ങളായിട്ട് ഇപ്പൊ ഫീൽഡിൽ നിൽക്കുന്നുണ്ട്. അപ്പൊ സ്റ്റാർട്ടിങ്ങിൽ ചെയ്തതുപോലെ ആയിരിക്കില്ല ഇപ്പൊ നമ്മുടെ ആ ഒരു ഔട്ട്ലുക്ക് അല്ലെങ്കിൽ നമ്മുടെ സ്ക്രിപ്റ്റ് സെലക്ഷൻ ഒക്കെ മാറിയിട്ടുണ്ടാവും. അപ്പൊ ഇപ്പൊ അത് എന്തൊക്കെ ക്രൈറ്റീരിയ വെച്ചിട്ടാ ചെയ്യാറുള്ളത്? അല്ല, ഇപ്പോഴത്തെ ക്രൈറ്റീരിയയിൽ നമ്മൾ പോകണം. നമ്മൾ പണ്ട് അഭിനയിച്ചത് ആ ഒരു രീതി, ഹ്യൂമറിന്റെ ആ ഒരു രീതിയൊക്കെ അങ്ങോട്ട് മാറി. ഇപ്പോഴത്തെ കുട്ടികൾക്ക് വേണ്ടത് വേറെ രീതിയാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ അവരിലേക്ക് ഇറങ്ങി ചെല്ലണം. അല്ല, നമ്മൾ അവരെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ നോക്കരുത്. നമ്മൾ അപ്ഡേറ്റഡ് ആവണം. എന്നിട്ട് നമ്മൾ അവരുടെ കൂടെ നിന്ന് പോവുക. അപ്പോഴേ നിലനിൽപ്പുണ്ടാവുള്ളൂ. ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തത് എപ്പോഴായിരിക്കും? സ്ട്രഗിൾ ചെയ്ത് ഞാൻ വന്ന സമയത്ത് ഇങ്ങനെ ഒരു ഓട്ടം ഉണ്ടായി. മറിയമുക്ക് എന്ന് പറഞ്ഞ പടത്തിന്റെ ഷൂട്ട് കൊല്ലത്ത് നടക്കുന്നു, മര്യാദരാമന്റെ ഷൂട്ട് പഴനിയിൽ നടക്കുന്നു. ഇവിടുന്ന് ഷൂട്ട് കഴിഞ്ഞിട്ട് രാത്രി അങ്ങോട്ട് പോകും, അവിടുത്തെ ഷൂട്ട് കഴിഞ്ഞിട്ട് രാത്രി ഇങ്ങോട്ട് വരും. അങ്ങനെ ഒരാഴ്ച അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നുകൂടി. പിന്നെ ഇതാണ് ചിത്തു ജോസഫ് സാറിന്റെ പടം കട്ടപ്പന നടന്നു. ഒരു ഓട്ടപ്പാച്ചിലായിരുന്നു. അതാണ് ഭയങ്കര സ്ട്രഗിൾ ആയിട്ടുണ്ടായിരുന്നത്. പിന്നെ അങ്ങനെ വലിയ പ്രശ്നം. പിന്നെ ഞാൻ അങ്ങനെ ഒരു സമയത്ത് വേറെ പടം ഏൽക്കൂലായിരുന്നു, എനിക്ക് പേടിയായിരുന്നു. പക്ഷെ അങ്ങനെ പടം ഏൽക്കാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പുതിയ ആൾക്കാർ വന്നു. അല്ല, അത് ജീവിക്കണമല്ല. മനസ്സിലായി. അല്ല, നമ്മൾ ആക്റ്റീവായി നിൽക്കുന്ന സമയത്ത് ഒരേ സമയത്ത് തന്നെ കുറെ സിനിമകൾ കമ്മിറ്റ് ചെയ്യേണ്ടത്. അല്ല, നമുക്ക് വണ്ടി യാത്രയാണ് നമുക്കുള്ളത്. ഡ്രൈവറും ടെൻഷൻ അടിക്കുന്നത്, ഞാനും ടെൻഷൻ അടിക്കുന്നത്. എവിടെയെങ്കിലും പോയി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അത് നമ്മുടെ ലൈഫേ ഇല്ലാണ്ടാകും. അതുകൊണ്ട് ആ പടത്തോടുകൂടി ഞാൻ അങ്ങനെ നിർത്തിയത്. പഠിച്ചു. സിനിമയിൽ വന്ന് പഠിച്ച ഏറ്റവും വലിയ പാഠം എന്താണെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും? ഏറ്റവും വലിയ പാഠം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, വലിച്ചവർ തിന്നരുത്, അതൊരു കാര്യം. കാരണം പ്രൊഡക്ഷൻ ഫുഡ് നല്ല ഫുഡാണ്, നല്ല ടേസ്റ്റാണ്. ഒരുമാതിരിപ്പെട്ട ഈ പ്രശ്നങ്ങളെല്ലാം ആ ഫുഡിൽ നിന്നും ഉണ്ട്. നമ്മുടെ ഉറക്കം കറക്റ്റ് അല്ല, ടൈമിങ്. ഫുഡ് നമ്മൾ ഭയങ്കരമായിട്ട് കഴിക്കും. പിന്നെ ബാക്കി ആക്ടിവിറ്റീസ് ഉള്ള എല്ലാം കൂടി കൂടുമ്പോഴത്തേക്ക് നമ്മുടെ ബോഡി, നമ്മളെപ്പോഴും ചെയ്യണത്, നമ്മുടെ ഒരു പുതിയ വണ്ടി മേടിച്ചാൽ നമ്മൾ അതിൻ്റെ ഓയിൽ തീരുന്നപ്പോൾ ഓയിൽ ചേഞ്ച് ചെയ്യും, ബ്രേക്ക് പാഡ് തീരുന്നപ്പോൾ അത് സെറ്റാക്കും, പെട്രോൾ തീരുന്നുണ്ട് അപ്പം കയറ്റി അടിക്കും. പക്ഷെ നമ്മുടെ ബോഡിക്ക് നമ്മളൊന്നും ചെയ്യില്ല. ഫുൾ ടൈം റെസ്റ്റ് ആണ്. 9000 അത്രയോ എന്തോ ഹെവി ഞരമ്പുകൾ അതിൽ ഓടണത്. ഈ വണ്ടിയുടെ എഞ്ചിനിൽ എത്ര വയറുണ്ടാകും, അതിനേക്കാൾ ഹെവിയാണ് നമ്മുടെ ബോഡി. പക്ഷെ നമ്മൾ എന്ത് സംഭവിച്ചിട്ട് കൊണ്ടേ കാണിക്കുള്ളൂ. അപ്പം സംഭവിക്കാൻ ഏറ്റവും സാധ്യത കൂടുതലാണ് നമ്മുടെ സിനിമ ഇറക്കുമ്പോഴത്തേക്ക് ഭക്ഷണങ്ങളുടെ കാര്യം. എല്ലാ സ്ഥലത്തു നിന്നും പല രീതിയിലല്ലേ, താമസിക്കുന്ന ഹോട്ടലിലാണെങ്കിലും ബൊഫേ ആണെങ്കിലും എന്താണെങ്കിലും. അപ്പം അതൊന്നും ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും ഭക്ഷണം. സിനിമയിൽ വന്ന് പഠിച്ച പാഠം ഫുഡ്. അല്ല, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞാ, നമുക്ക് കേൾക്കുമ്പോൾ തമാശയായിട്ട് തോന്നും. ഫുഡ് കഴിക്കണം. ഞാൻ എൻ്റെ കൂടെ നിന്ന് കഴിക്കുന്ന ആൾക്കാരെ കണ്ടിട്ട് അടുത്ത് സുഹൃത്തുക്കൾ. അപ്പം ഞാൻ
ഭാഗ്യം ചെയ്തു. ഇതെങ്ങനെ പറ്റണം ഇതൊക്കെ? ചേട്ടൻ അത്ര ഫുഡി അല്ല. എനിക്ക് അങ്ങനെ അധികം പറ്റൊന്നുമില്ല. എനിക്ക് ബീഫാണ് ഞാൻ മെയിൻ കഴിച്ചുകൊണ്ടിരുന്നത്. അത് 3 നേരം കിട്ടിയ 3 നേരം കഴിക്കുമായിരുന്നു. പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് വണ്ണം കുറക്കാൻ വേണ്ടി ബീഫ് മാത്രം കഴിച്ചു. ബാക്കി എല്ലാം ഒഴിവാക്കി. അതിൻ്റെ കൂടെ ഒന്നും കഴിക്കരുത്. ബീഫിൻ്റെ കൂടെ വേറെ ഒന്നും കഴിക്കരുത്. ബീഫ് മാത്രം കഴിച്ചാൽ നമ്മൾ വളരെ ക്വാണ്ടിറ്റി കുറച്ച് കഴിക്കുള്ളൂ, വയറെന്ന് പറയും. ഡയറ്റിന് പറ്റിയതാണ്. ഡയറ്റിന് പറ്റിയത്. അതിൻ്റെ കൂടെ ബ്രെഡ് ചോറൊക്കെ ആണെങ്കിൽ നമ്മളങ്ങ് കഴിക്കുന്നുണ്ട്. പിന്നെ പരിപ്പും ചോറും അതൊക്കെയാണ് മെയിൻ ഭക്ഷണം. മീനൊന്നും എനിക്ക് താല്പര്യം, ചിക്കന് താല്പര്യം, ഒന്നും താല്പര്യമില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ആൻസർ കേൾക്കുന്നത്. ഞാൻ ചോദിച്ചു വലിയ എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പൊ പറയുന്നു പറഞ്ഞിരിക്കുമ്പോഴാണ്. അല്ല, നമ്മൾ നമ്മുടെ ശരീരം നോക്കുക. അത് സിനിമ എന്നല്ല, ഏത് ഫീൽഡിൽ ചെന്നാലും ശരീരം നോക്കുക. പക്ഷെ സിനിമ കുറച്ചുകൂടെ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണ്. അപ്പൊ അതൊന്നും ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. ഓക്കെ. ഇപ്പൊ കുറെ കഥാപാത്രങ്ങൾ ഇപ്പൊ സ്ക്രിപ്റ്റുകൾ വരുമല്ലോ, അപ്പൊ ഇങ്ങനെ ഡിസ്ക്രൈബ് ചെയ്ത് തരുമല്ലോ, ഇത് ഇങ്ങനെ. അപ്പൊ ഏത് കേട്ടിട്ടാണ് ഭയങ്കര ത്രില്ലായിട്ടുള്ളത്? ഓക്കെ, ഇത് ഞാൻ ചെയ്യാം, അല്ലെങ്കിൽ അങ്ങനെ ത്രില്ല് തോന്നിയിട്ട് ഒരു കഥാപാത്രം ഏതായിരുന്നു? അത് ഞാനേ എൻ്റെ കല്ല് പെൻസിൽ എന്ന് പറഞ്ഞ പടം, എൻ്റെ കല്ല് പെൻസിൽ എന്ന് പറഞ്ഞ പടം ഒരു ദാരിദ്ര്യം പിടിച്ചൊരു ഓർഫനേജാണ്. ആ ഓർഫനേജിൽ ഞാൻ അവിടുത്തെ കഞ്ഞി വെക്കുന്ന ആളാണ്. ഒരു 60-62 വയസ്സുള്ള ആളായിട്ട് ഞാൻ ചെയ്തേക്കണം, കാരണവരായിട്ട് കഞ്ഞി വെക്കുന്ന ആൾ. അപ്പോൾ കുട്ടികളൊക്കെ എനിക്ക് ദേഷ്യമോ, ഇവരെന്ത് ചോദിച്ചാലും ഞാൻ ഭയങ്കര ദേഷ്യമോ. അച്ഛൻ മരിച്ചു പോകും, പള്ളിയിൽ അച്ഛൻ മരിച്ചു വയ്ക്കുമ്പോൾ ഈ ഓർഫനേജ് നോക്കേണ്ട ബാധ്യത എനിക്കാവും. കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി. അപ്പം ഞാൻ ഇവരോട് ദേഷ്യപ്പെടണം എന്ന് വെച്ചാൽ കൊടുക്കാനില്ലാഞ്ഞിട്ടാ. പിന്നെ ഞാൻ ഇത് വെച്ചോണ്ട് ഇവരെ പോറ്റണതാണ് സിനിമ. അതിൽ ഓരോ സീക്വൻസും എനിക്ക് ഇത്ര പ്രസവിച്ചിട്ട് കമിഴ്ന്ന് വീഴാത്ത കൊച്ചു വരെയുണ്ട്. അതിനെയൊക്കെ എടുത്തിട്ട് എനിക്ക് ഓരോ സീനുകളുണ്ടായിരുന്നു. അതൊക്കെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത, നമ്മുടെ ലൈഫായിട്ട് ഭയങ്കര കണക്റ്റഡ് അത്. ഈ പട്ടിണി, ദാരിദ്ര്യം, ഇതൊക്കെ ശരിക്കും ആ കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുവന്നിട്ട് പട്ടണി കിട്ടിട്ടുണ്ട്. അവസാനം ഞാൻ എൻ്റെ വൈഫിനെ വിളിച്ച് വരുത്തിയിട്ട് ബിരിയാണി ഓർഡർ ചെയ്യിച്ചു. ആലപ്പുഴയിൽ ബിരിയാണി ഓർഡർ ചെയ്ത് ഇത്രയും പിള്ളേർക്ക് ബിരിയാണി ഓർഡർ ചെയ്തിട്ട് ഞാൻ കൊടുത്തു. ഓർഫൻ അല്ല, പക്ഷെ ഇവരുടെ ഞാനല്ലേ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത്. ഇതുങ്ങൾ കഴിക്കുന്ന കുഞ്ഞ് പൊടിക്കുഞ്ഞാണ് സിനിമയെന്ന് അവർക്ക് അറിയില്ല. അവസാനം എനിക്ക് സങ്കടം വന്നിട്ട് ഉച്ചയ്ക്ക് ഞാൻ ബിരിയാണി ഓർഡർ ചെയ്തിട്ട് ഇത്രയും പിള്ളേർക്ക് ബിരിയാണി കൊടുക്കണം സപ്ലൈ ചെയ്ത് അവരത് വയറ് വെച്ച് കഴിക്കണ്ടായപ്പോൾ എൻ്റെ മനസ്സിനോട് സമാധാനമായത്. അത് ഫുള്ള് സിനിമയിൽ ഫുള്ള് ഇതാ. അല്ല, നമുക്ക് അത് കഥാപാത്രം ഉള്ളിലേക്ക് ആവുമ്പോഴത്തേക്കും ഭയങ്കര സെന്റിമെന്റ്സ് വേണോ. ഓക്കെ, ഇനി വേറെ കമ്മിറ്റ് ചെയ്തിട്ടുള്ള സിനിമകൾ ഏതൊക്കെയാണ്? വേറെ ഇപ്പം ഇറങ്ങാൻ പോണ പേജ് എന്ന് പറഞ്ഞ പടം, പിന്നെ ധ്യാൻ്റെ പടം 11 എന്ന് പറഞ്ഞ പടം ഇറങ്ങാൻ പോകുന്നുണ്ട്. പിന്നെ ഒരു 3-4 പടം കൂടി ഇറങ്ങാൻ പോകുന്നുണ്ട്. അതൊക്കെ നേരത്തെ ചെയ്തു വെച്ചതാണ്. അപ്പൊ ഇനി ഞാൻ മുമ്പോട്ട് ഇനി അധികം ദിവസങ്ങളുള്ള പടം ചെയ്യണല്ലോ. ഒരു 5 ദിവസമൊക്കെ ആണെങ്കിൽ പോയി ചെയ്യും. ബാക്കി നമ്മൾ ഡയറക്ഷനിലേക്കാണ് മൊത്തം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഷൂട്ടൊക്കെ എവിടെ പ്ലാൻ ചെയ്തേക്കുന്നത്? ഇവിടെ തന്നെയൊക്കെയാണോ ഷൂട്ട്? പ്ലാനിങ് മുഴുവൻ നമ്മുടെ കാക്കൂർ എന്ന് പറഞ്ഞ അവിടെ സ്ഥലമുണ്ട്. കാക്കൂർ കാളവയലൊക്കെ നടക്കണം അവിടെ. ഒരു മലയോര പിറവം കഴിഞ്ഞിട്ട് പോകണം. ഞാൻ കേരളത്തിൽ തന്നെ, ഞാൻ ഓർത്തു തമിഴ്നാട് അല്ല. അതെന്ന് വെച്ചാൽ ഈ കാളേനെ കണ്ടത്തി കുടിക്കുന്ന ഓടിക്കില്ലോ വണ്ടി അടിച്ച്. അവിടെ. അപ്പൊ എന്തായാലും ഇനി നമ്മൾ കാണുമ്പോഴത്തേക്ക് ഇതുപോലെ ഡയറക്ഷൻ കഴിഞ്ഞ് നമ്മൾ സിനിമയുടെ പ്രൊമോഷൻ ആയിട്ട് ഇരിക്കട്ടെ. അത് തന്നെ, സിനിമയുടെ പ്രൊമോഷൻ ആയിട്ട് ഇരിക്കുക. അതിപ്പോ ഡിസംബറിൽ പടം കഴിയുമ്പോഴും ഇരിക്കാം നമുക്ക്. അല്ല, ചേട്ടന്റെ സിനിമയുടെ ആ സിനിമയുടെ പ്രൊമോഷൻ ഇതുപോലെ ഇരിക്കാൻ പറ്റും. ഉറപ്പായിട്ടും. എല്ലാവിധ ആശംസകളും. താങ്ക് യു. ഓക്കെ, താങ്ക് യു.